ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരാമുഖമായി കണ്ടു. ജലസ്നാനത്തിന് ശേഷം ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുവാൻ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ആവശ്യമായിട്ടുള്ളതാണ് ആത്മസ്നാനം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു ആത്മസ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ അത് പുതിയ നിയമത്തിൽ പല വാക്കുകൾ കൊണ്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ അനുഭവം തന്നെയാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട കാര്യമാണ്. ആത്മാവ് നമ്മുടെ മേൽ വരികയാണ്, ആത്മാവിനെ നമ്മൾ പാനം ചെയ്യുകയാണ്, ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ് അല്ലേ? ആത്മാവിനാൽ മുദ്ര ചെയ്യപ്പെടുകയാണ്, ആത്മനിറവിൽ ജീവിക്കുകയാണ്. ഇതൊക്കെ ആത്മസ്നാനം എന്ന് പറയുന്ന ഒരേ അനുഭവത്തെ സൂചിപ്പിക്കുന്ന പല വാക്കുകളാണ്. പിന്നീട് നമ്മൾ കണ്ടു ആത്മസ്നാനം വിശ്വസിച്ച കർത്താവിൽ സ്നാനപ്പെട്ടവർക്കാണ് പൊതുവെ ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വിശ്വാസികൾക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആത്മസ്നാനത്തിൻ്റെ അനന്തര ഫലങ്ങളാണ്. ആത്മസ്നാനം സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കും? 5 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആത്മസ്നാനം പ്രാപിച്ച ഒരു വ്യക്തിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഉത്തരവല്ല സാധാരണ നമ്മുടെ സഭകളിലൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഇന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിലിറങ്ങി ഒരു സഭയിൽ പോയി ചോദിക്കുകയാണ് ആത്മസ്നാനം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഉടനെ പറയും അന്യഭാഷ പറയുമെന്ന് പറയും. കുറേ കൃപാവരങ്ങളുടെ കാര്യം പറയും, കുറേ ശുശ്രൂഷയുടെ കാര്യം പറയും അല്ലേ? അത് വചനപ്രകാരം ശരിയല്ല. അന്യഭാഷയെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി ഒരു ആഴ്ച മുഴുവൻ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് അടയാളമാണ്. ആത്മസ്നാനം ലഭിച്ചതിൻ്റെ അടയാളം എന്താണെന്നല്ല ചോദിച്ചത്. ആത്മസ്നാനം ലഭിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അനന്തര ഫലങ്ങൾ, ക്രിസ്തീയ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, അതിനുള്ള ഉത്തരം അതല്ല. അപ്പോൾ ഒന്നാമതായിട്ട് ഒന്നാമത്തെ അനന്തരഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷയുടെ ഉറപ്പ് അല്ലെങ്കിൽ രക്ഷയുടെ ഒരു സന്തോഷം. അതിന് യേശുക്രിസ്തു തന്നെയാണ് നമ്മുടെ മാതൃക, നമ്മുടെ ഉദാഹരണം. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 3:21-22 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ശബ്ദവും ഉണ്ടായി. അപ്പോ കണ്ടോ, യേശുക്രിസ്തു ജലസ്നാനം അല്ലെങ്കിൽ യോഹന്നാന്റെ സ്നാനം എടുത്തപ്പോഴാണ് തൻ്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നത്. അപ്പോൾ കർത്താവ് ഉടനെ അന്യഭാഷ പറഞ്ഞെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ അനുഭവത്തിൽ എന്താണ് ആദ്യം തൻ്റെ മേൽ ഈ അഭിഷേകം ഇറങ്ങി വരുമ്പോൾ ഉണ്ടായത്? താൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പം കണ്ടോ, തൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം കടന്നു വരികയാണ്. തൻ്റെ പിതാവായ ദൈവത്തിന് തന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഉറപ്പിച്ചു കൊടുക്കുന്ന, ആ ധൈര്യം കൊടുക്കുന്ന ഒരനുഭവം. മനസ്സിലായോ? കർത്താവ് രക്ഷിക്കപ്പെട്ടെന്നല്ല പറഞ്ഞു, കർത്താവിന് രക്ഷയുടെ ആവശ്യമില്ല. പക്ഷെ കർത്താവിന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ താൻ അനുഭവിക്കുന്ന സ്നേഹം എത്രമാത്രമാണെന്ന് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. റോമാലേഖനം 5:5 ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നു. പക്ഷെ അപ്പൊ എന്തോ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹം വായിച്ചാട്ടെ. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. കണ്ടോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വരുമ്പോൾ എന്താ വരുന്നത്? ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചൊരു അനുഭവം കടന്നു വരികയാണ്. അന്യഭാഷയും കൃപാവരങ്ങളും ശുശ്രൂഷയൊക്കെ പിന്നീട്. ഒന്നാമതായിട്ടൊരു വ്യക്തിക്ക് ആത്മസ്നാനം ലഭിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താ? ഉള്ളിൽ ഈ ദൈവസ്നേഹം രുചിച്ചറിയാൻ പറ്റുന്ന അനുഭവം. അതുവരെ പ്രസംഗമായിരുന്നു ദൈവസ്നേഹം, അതുവരെ വല്ലവരും പറഞ്ഞ ഉപദേശവും സാക്ഷിയുമായിരുന്നു. ഇപ്പോൾ ഉള്ളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതല്ലേ യേശുക്രിസ്തുവിന് സംഭവിച്ചത്? നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നത്. പിതാവ് നേരിട്ട് പറഞ്ഞ് അത് കേട്ട അനുഭവം. അത് നമുക്കും കടന്നു വരുമെന്നൊന്നും പറഞ്ഞിരിക്കുന്നത് അല്ല, വ്യത്യാസമല്ല നമുക്കും. അത് പിന്നീട് വിശദമാക്കി റോമാലേഖനം 8:15-16 വായിച്ചേ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല നമ്മളിത് പണ്ട് കണ്ട ഒരു വാക്യമാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിനെ വിളിച്ചിരുന്ന വാക്കാണ് അബ്ബ. അതേ അടുപ്പത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ആ പുത്രന്റെ അതേ സ്നേഹ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്.
പിതാവിനാൽ എത്രമാത്രം പുത്രൻ സ്നേഹിക്കപ്പെടുന്നു അതേ അനുഭവം പുത്രനിലൂടെ നമ്മളും കടന്നു വരികയാണ് അല്ലേ. അങ്ങനെ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നമ്മൾ നിറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് തന്നെ നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയും. കണ്ടോ, ആത്മാവ് കടന്നു വന്ന് എന്താ ചെയ്യുന്നു? നമ്മളോട് സാക്ഷ്യം പറയുകയാണ്. അല്ല, നമ്മൾ സാക്ഷ്യം പറയുകയല്ല, നമ്മളോട് ആത്മാവ് ഒരു സാക്ഷ്യം പറയുകയാണ്. എന്താണ്? നാം ദൈവത്തിന്റെ മക്കളല്ലോ. അപ്പൊ ആത്മസ്നാനം കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ലക്ഷണം ഇതായിരിക്കണം: രക്ഷയെക്കുറിച്ച് നല്ല ഉറപ്പുണ്ടായിരിക്കും ആ വ്യക്തിക്ക്. പല വ്യക്തികൾക്കും ഇല്ല രക്ഷയെക്കുറിച്ചൊന്നും ഉറപ്പ്. ഒരു നല്ല ഒരു ഒരു പരീക്ഷയിലോട്ട് ഇറക്കി വിട്ടാൽ മതി, പലരുടെയും വിശ്വാസം അപ്പം കൊഴിഞ്ഞങ്ങ് പോകും അല്ലേ. നമ്മുടെ ബൈബിളിലൊരു വാക്യമുണ്ടല്ലോ, നിങ്ങളെ കൊണ്ട് സഹിക്കാവുന്നത്രേ ദൈവം പരീക്ഷ തലത്തോളന്ന്. ചിലരൊക്കെ ഇപ്പോൾ ഒരു പരീക്ഷയിൽ കൂടെ അവരുടെ ക്രിസ്തീയ ജീവിതം ഇങ്ങനെ സുഖിച്ചങ്ങ് പോകുക. എന്താ പറയുക, ഒരു വിശ്വാസവും ഇല്ല, ദൈവത്തിനറിയാം 8 കൊടുത്താൽ തോറ്റു പോകും അല്ലേ. അപ്പോൾ നമ്മളൊരു കുഞ്ഞിന് 10ാം ക്ലാസ്സിലെ കണക്കിട്ട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവർ ശിശുക്കളാണ്. അതുകൊണ്ട് ദൈവത്തിനറിയാം കണക്കൊക്കെ ഇട്ട് കൊടുത്താൽ തോറ്റ് തുന്നം പാടിപ്പോവും അല്ലേ. ഒരുപാട് കഷ്ടതയുണ്ട് ചിലർക്ക്, ഭയങ്കര കഷ്ടത, ആർക്കും ഇല്ല. അത് ദൈവത്തിനറിയാം, എവൻ്റെ വിശ്വാസം നല്ല വിശ്വാസമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കഷ്ടത നിറച്ചുണ്ട് അല്ലേ. എന്ന് പറഞ്ഞതുപോലെ ഈ ഉറപ്പ് വേണം. പക്ഷെ ഈ ഉറപ്പ് എങ്ങനെയാണ് വരുന്നേ? ഇതും സാധാരണ നമ്മുടെ സഭകളിലൊക്കെ നമ്മൾ ഈ വചനപ്രകാരമല്ല മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. രക്ഷയുടെ ഉറപ്പ് എങ്ങനെ പ്രാപിക്കാം? സാധാരണ നമ്മളെന്താ പറയുന്നത്, കുറച്ച് വാക്യങ്ങൾ എടുക്കാം. യോഹന്നാൻ 3:16 കുറേ വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ട് കൗൺസിലിംഗ്. നീ ഈ വാക്യം വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. എന്നാൽ പിന്നെ നീ അങ്ങ് വിശ്വസിക്കുന്നു, നീ അങ്ങ് രക്ഷിക്കപ്പെട്ടാണ്. അങ്ങനല്ല അല്ലേ. പുസ്തകം വായിച്ച് കുറേ വാക്യങ്ങൾ കാണാൻ പഠിച്ചിട്ട് ഞാൻ നിരൂപിക്കുകയല്ല ചെയ്യേണ്ടത്. ബുദ്ധിയിൽ ഞാനൊരു വിശ്വാസിയാണ്, ശരിയാന്ന് തോന്നുന്നു, ഞാനൊരു വിശ്വാസിയാന്നൊക്കെ തോന്നുന്നു, അങ്ങനെ ഒരു നിഗമനമല്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വേറൊരു വ്യക്തി വന്ന് എന്നോട് പറയണം നീ ദൈവ പൈതലാണ്. അതാരാ വ്യക്തി? പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണെന്നാണല്ലോ പറയുന്നത്. നമുക്കൊക്കെ ഈ സാക്ഷ്യം ലഭിച്ചിട്ടുണ്ടോ? ആത്മാവിൻ്റെ സാക്ഷ്യം. നീ ദൈവ പൈതലാണെന്ന് ആത്മാവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അതല്ലേ കർത്താവിൻ്റെ സ്നാനത്തിന് സംഭവിച്ചത്. പിതാവ് തന്നെ പറഞ്ഞു, നീ എൻ്റെ പുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചു. ഇത് നമ്മൾ പ്രാപിക്കണം. അതിനൊക്കെയാണ് ഈ ആത്മസ്നാനം പ്രാപിക്കേണ്ടത്. കണ്ടോ, ഇതൊക്കെ പഠിപ്പിക്കാത്തതുകൊണ്ട് ആർക്കും ഇങ്ങനൊന്നും ആത്മസ്നാനം വേണ്ട. ഈ ബഹളം വെക്കാനും അന്യഭാഷ പറയാനും ഒക്കെ മതി ആത്മസ്നാനം. ഒന്നാമതായിട്ട് അതൊന്നും അല്ല. ഒന്നാമതായിട്ട് രക്ഷയുടെ ഉറപ്പ്. ഈ ഉറപ്പ് വന്നു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും അഭിമുഖീകരിക്കാം ജീവിതത്തിൽ. സ്വർഗത്തിൽ നിന്ന് ദൈവം ഫോൺ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നീ എൻ്റെ പൈതലാണെന്ന്. പിന്നെ ഇനി എന്തോ പേടിക്കാതിരിക്കുന്ന ജീവിതത്തിൽ അല്ലേ. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ഇനി ഭയപ്പെടുവാൻ ദാസ്യത്വത്തിൻ്റെ ആത്മാവിനാലല്ല നമ്മൾ നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഭയമൊക്കെ നീങ്ങി. പിന്നെ ശരിക്കും ദൈവ പൈതലാണെന്ന് ദൈവം തന്നെ എന്നോട് സാക്ഷ്യം പറഞ്ഞു. അല്ല ഒരു പാസ്റ്ററോ ഒരു കൂട്ടുവിശ്വാസിയോ ഞാൻ പോയി 10 സാക്ഷ്യം പറഞ്ഞുകൊണ്ടോ ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് തന്നെ എന്നോട് സാക്ഷ്യം പറയുകയാണ് അല്ലേ. ഇങ്ങനെ സാക്ഷ്യം ലഭിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 4:31. നിർത്തിക്ക്. എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി. അടുത്ത ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. കണ്ടോ, ധൈര്യം കടന്നു വന്നു. ഇതെപ്പോഴാണ്? ഈ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തില് പ്രതികൂല സാഹചര്യം കടന്നു വന്നിരിക്കുകയാണ്. യെരുശലേമിലെ നേതാക്കന്മാരെല്ലാം അപ്പോസ്തലന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, ഇനി യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച അടി കിട്ടും എന്നവര് ഭീഷണി മുഴക്കി കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ തിരിച്ച് സഭയിൽ പോയിട്ട് അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവ് അവിടെ ഇറങ്ങി. എന്തോ പറ്റി? നല്ല ധൈര്യത്തോടെ ഇറങ്ങിപ്പോയി പ്രസംഗിച്ചെന്ന് കണ്ടോ. അപ്പൊ രക്ഷയുടെ സന്തോഷം ഉള്ളി വന്നുള്ള ഗുണം എന്താ? സാഹചര്യങ്ങളൊക്കെ അഭിമുഖീകരിച്ച് സന്തോഷത്തോടെ യേശുവിനെ സേവിച്ച് പോകാൻ പറ്റും. പഴയകാല ഉണർവ് ചരിത്രങ്ങൾ, നമ്മുടെ നാട്ടിലെ പോലും ഉണർവ് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ അന്യഭാഷയും ശുശ്രൂഷയൊക്കെ രണ്ടാമതേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നാമത് പലരുടെയൊക്കെ ചരിത്രത്തിൽ നമ്മൾ കേൾക്കുന്നത് അവർ ആത്മാവിനാൽ നിറഞ്ഞു, ഭയങ്കര സന്തോഷം, ഭയങ്കര ധൈര്യം. ഇന്ന് ധൈര്യവും ഇല്ല, സന്തോഷവും ഇല്ല, ബോളം വെക്കാൻ മിടുക്കന്മാർ അല്ലേ. എത്ര പേര് ആത്മ നിറവ് പ്രാപിച്ചതിന് ശേഷം ഇന്ന് വരെ സുവിശേഷീകരണം ചെയ്യാത്ത രീതിയിൽ അങ്ങ് സുവിശേഷം ചെയ്യുക, എനിക്കൊരു മടിയില്ല, ഒരു ലജ്ജയില്ല, ഒരു പേടിയില്ല. എത്ര സാക്ഷ്യം നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് ആത്മനിറവ് ലഭിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ഭയങ്കര സുവിശേഷീകരണമാണ്. നമുക്ക് സുവിശേഷീകരണത്തിന് ധൈര്യം നൽകുന്ന ആത്മനിറവൊന്നും വേണ്ട. നമുക്ക് ഹോളിനകത്ത് ആരും കാണാതെ ബഹളം വെക്കണം അല്ലേ. അതൊന്നും പരിശുദ്ധാത്മാവല്ലേ. ഈ ചുമ്മാ ബഹളം വെക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ പുറത്തിറങ്ങി ഒരു മനുഷ്യനോട് പോലും സുവിശേഷം പറയാൻ പറ്റുന്നില്ല. ഇവിടെ കണ്ടോ, ആത്മനിറവ് പ്രാപിച്ചവർ സധൈര്യം പോയി ഈ ഭീഷണി മുഴക്കിയവന്മാരുടെ മുന്നിൽ കൂടെ തന്നെ ഇറങ്ങിപ്പോയി പ്രസംഗിച്ചു. അടിയൊക്കെ വരണേ, അടിയൊക്കെ വരട്ടെ എന്ന്.
അപ്പോൾ കണ്ടോ, ഈ ധൈര്യം എങ്ങനെ വരുന്നതെന്നറിയോ? ഈ സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം. എന്നെ ദൈവം സ്നേഹിക്കുന്നെങ്കിൽ പിന്നെ ഇനി ആരെതിരെ വന്നാൽ, അല്ലേ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ഇതൊക്കെ വാക്യമായിട്ട് പഠിക്കുന്നതും ദൈവം തന്നെ ഉള്ളി വന്നിട്ട് ബോധ്യം തരുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് അറിവ് പകർന്നു തരികയാണ്. ഇത് ദൈവം തന്നെ നിങ്ങളോട് ഒരു ദിവസം എന്ന് പറയാണ്, നീ എൻ്റെ മോളാണ്, നീ എൻ്റെ മോനാന്ന് പറയുമ്പം ഞാൻ എത്ര പ്രസംഗിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ ഉളവാക്കാൻ പറ്റാത്ത ധൈര്യവും സന്തോഷവും അത് ഉളവാക്കും, അല്ലേ? എഫീസ്യ ലേഖനം 5:18-20. ഇങ്ങനെ ധൈര്യവും സന്തോഷവും ഉളവായി എന്താകും? അതാണ് 5:18-20. ആ, പകരം വീഞ്ഞിനാൽ നിറയരുത്, ആത്മാവിനാൽ നിറഞ്ഞവരാകണം. അതൊരു കൽപ്പനയാണ്. ആത്മാവിനാൽ നിറഞ്ഞവരാകണം. അങ്ങനെ നിറഞ്ഞവരായിട്ട് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളും. കണ്ടോ, ആത്മനിറവ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് എന്താ സംഭവിക്കുന്നത്? പാട്ട്, സ്തോത്രം, സങ്കീർത്തനം, അല്ലേ? എന്തൊക്കെ പറഞ്ഞിരുന്നു? അന്യോന്യം പാട്ട് പാടണം, അല്ലേ? അന്യോന്യം സംസാരിച്ചെന്നാണ് മലയാളത്തില്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗാനങ്ങളാലും ഒക്കെ തമ്മിൽ പിന്നെ പറഞ്ഞിരിക്കുക ഹൃദയത്തിൽ ദൈവത്തോട് പാട്ട് പാടണമെന്ന്. കേട്ടോ? അപ്പൊ ഈ സ്നേഹം ലഭിച്ചപ്പോൾ, സ്നേഹത്തിന്റെ ഉറപ്പ് ലഭിച്ചപ്പോൾ ഭയങ്കര പാട്ട്, അല്ലേ? ഹൃദയത്തിൽ പാട്ടിങ്ങനെ കൊണ്ടു കിടക്കുക, അല്ലേ? അല്ലാതെ ആരാധനയ്ക്ക് വരുമ്പോൾ രോമാഞ്ചം മാത്രമല്ല, അത് കപടത, അത് ചുമ്മാ ഈ തുള്ളക്കം, അല്ലേ? പാട്ടിന്റെ ഒരു ബീറ്റൊക്കെ ഇട്ട് ആർക്കാ ഉത്സാഹം വരാത്ത. ഇതല്ല, ഇത് നിരന്തരം ദൈവീക സംസർഗത്തിൽ ഈ സന്തോഷം, എന്നെ ഒരാൾ താണ്ട് ഇങ്ങനെ സ്നേഹിക്കുകയാണല്ലോ എന്നുള്ള സന്തോഷം നിമിത്തം തനിയെ ഓരോ പാട്ടൊക്കെ വരിക. നിങ്ങളും ദൈവവും മാത്രമുള്ള പാട്ടുകളാണ് ഇതൊക്കെ, അല്ലാതെ വേറെ ആരും അപ്പച്ചൻ എഴുതിയ പാട്ട് പാടുന്നതിനെ കുറിച്ച് മാത്രമല്ല. നിങ്ങളും ദൈവവും തമ്മിൽ ഭയങ്കര പാട്ട്, അല്ലേ? അപ്പൊ കണ്ടോ, ആരാധന ഉളവാക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ രക്ഷയുടെ ഉറപ്പ് കടന്നു വരുന്നതുകൊണ്ട് ഈ ആത്മാവ് നമ്മുടെ ഉള്ളത്തോട് സാക്ഷീകരിക്കുന്നത് നിമിത്തം നമുക്ക് രക്ഷയുടെ ഉറപ്പ് കടന്നു വരുന്നു, സന്തോഷം കടന്നു വരുന്നു, ധൈര്യം കടന്നു വരുന്നു. ഇതാണ് ഒന്നാമത് സംഭവിക്കേണ്ടത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിൽ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് കാണാൻ കഴിയും, ദൃഷ്ടാന്തമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമതായിട്ട് ഉറപ്പ്, രണ്ടാമതായിട്ട് ശക്തി. അപ്പോസ്തല പ്രവൃത്തികൾ 10:38. ഇവിടെയും നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണ് നമ്മുടെ ദൃഷ്ടാന്തമായിട്ട് എടുക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 10:38 നോക്കിയാലും ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. കണ്ടോ, അവന് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടെ പറഞ്ഞിരിക്കുകയാണ് ശക്തിയാലും അവനെ അഭിഷേകം ചെയ്തു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മ സ്നാനം സംഭവിച്ചാൽ രണ്ടാമത് സംഭവിക്കുന്നതാണ് ശക്തി. ഇത് ഒരുപാട് സ്ഥലങ്ങൾ കർത്താവായ യേശുക്രിസ്തു തന്നെ തൻ്റെ അപ്പോസ്തലന്മാരോട് ഈ ആത്മാഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്ന് പറഞ്ഞ വേദഭാഗങ്ങളിലുമെല്ലാം ഈ ശക്തിയാണ് ഊന്നൽ നൽകി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വാക്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് അങ്ങ് വായിക്കാം. ലൂക്കോസ് 24:49. അതായത് പരിശുദ്ധാത്മാവിനെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തില് പെന്തക്കോസ് നാൾ സംഭവിക്കുന്നത്. പക്ഷെ ആ അനുഭവത്തെ, പെന്തക്കോസ് നാൾ അനുഭവത്തെ, ആത്മസ്നാനത്തെ യേശുക്രിസ്തു എങ്ങനെയാ വിശദീകരിച്ചിരിക്കുന്നത്? ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുകയാണ്, അല്ലെ? അപ്പോസ്തല പ്രവൃത്തികൾ 1:8 അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. വായിച്ചേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്തിനുള്ള ശക്തിയാണെന്നും കൂടെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തിനുള്ള ശക്തിയാണ്? മീറ്റിംഗ് നടത്താനുള്ള ശക്തി എന്നല്ല പറഞ്ഞത്, പാട്ട് പാടാനും ബഹളം വെക്കാനും ഒന്നല്ല, സാക്ഷിയായിട്ട് ജീവിക്കണം. അത് എഗെയിൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പുറത്തിറങ്ങിയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ശക്തി, മീറ്റിംഗ് ഹാളിനകത്തുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല, അല്ലേ? നിങ്ങളായിരിക്കുന്ന ഏത് മേഖലയിലും, അതാണ് ഈ
യുദിയ, യെരുശലേം, സമരിയ എന്നൊക്കെ പറയുന്നത്. അത് ഏത് ചുറ്റുപാടായാലും, ലോകത്തിന്റെ അറ്റത്തോളം പോയാലും, അതായത് സ്ഥലം ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളെ ദൈവം എവിടെ കൊണ്ടെത്തിച്ചാലും നിങ്ങൾക്ക് എൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാനുള്ള ശക്തി ഉയരത്തിന്ന് ഞാൻ നിങ്ങൾക്ക് തരും കേട്ടോ. അപ്പൊ ആ ശക്തി പ്രാപിക്കുന്നതാണ് എന്ത്? ആത്മസ്നാനത്തിലൂടെ സംഭവിക്കും. 4:33. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. ആട്ടോ, വീണ്ടും സാക്ഷ്യം പറയുവാനുള്ള ശക്തിയാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. കണ്ടോ, നമ്മളിത് കേൾക്കാറില്ല. നമ്മൾ ഈ ശക്തി എന്ന് പറഞ്ഞിട്ട് വേറെ പലതൊക്കെയാണ് പറയുന്നത്. സാക്ഷ്യം പറയാനുള്ള ശക്തി കേട്ടിട്ടുണ്ടോ? സുവിശേഷീകരണത്തിനുള്ള ശക്തി. പ്രത്യേകിച്ച് ഈ സുവിശേഷ വിരോധികളും നമ്മളെ എതിർക്കുന്നവരുടെയൊക്കെ മുന്നിൽ കൂടെ തന്നെ സന്തോഷത്തോടെ ധൈര്യത്തോടെ സാക്ഷിയായിട്ട് ജീവിക്കുക. സാക്ഷ്യം പറയലല്ല. സാക്ഷ്യം പറയൽ മീറ്റിംഗ് ഹാളിനകത്ത്. സാക്ഷ്യം പറയാൻ വേണ്ടി നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള ശക്തി എന്നല്ല പറഞ്ഞത്. സാക്ഷികളായി ജീവിക്കുവാനുള്ള ശക്തി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ശരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാക്ഷീകരിക്കുവാൻ, അവൻ്റെ അതേ സ്വഭാവത്തിലൊക്കെ നടക്കുവാനുള്ള ശക്തി. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് അടുത്തത്. എഫീസ്യ ലേഖനം 3:16 17 അവിടെ ഉണ്ട്. 17 നമ്മൾ പിന്നീട് വായിക്കും. 16 മാത്രം വായിച്ചാട്ടെ. കണ്ടോ, കർത്താവ് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ അവന്റെ ബാങ്കിന്റെ ധനത്തിനൊത്തവണ്ണം, അത്രയും എന്താ പറയാ, വലിയ ധനം അല്ലെ, അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ. ഓയ്യോ, അപ്പൊ എത്രമാത്രം ശക്തിയാണ് നമുക്ക് ദൈവം തുറന്നു വെച്ചിരിക്കുന്നത് അല്ലെ. അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യൻ, സായിപ്പ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തെറ്റിപ്പോയി. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു എന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കണ്ടോ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിക്കണം. ആ ശക്തി പ്രാപിക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഈ പരിശുദ്ധാത്മാവിലൂടെ കിട്ടുന്ന ശക്തിയുടെ വലിപ്പം എത്ര? അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ ബാങ്ക് ബാലൻസിന്റെ അത്രയെന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് അതിയായ ശക്തി, ഒരു പരിധിയില്ലാത്ത ശക്തി നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാണ്. ഒന്നും അസാധ്യമല്ല അല്ലേ. അയ്യോ, ഇവിടെ പോയിട്ട് എനിക്ക് ക്രിസ്ത്യാനായിട്ട് ജീവിക്കാൻ പറ്റൂല എന്ന് ഒരു സ്ഥലത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയൊക്കെ പക്ഷെ നാട്ടിലെ ആളുകൾ പറയാറുണ്ട് അല്ലേ. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, നാലാഞ്ചിറയ്ക്ക് അപ്പുറത്തൊരു വീട് കിട്ടിയാൽ കൊള്ളാം. കാരണം അവിടെ എല്ലാം ക്രിസ്ത്യാനികളാണല്ലോ. കിഴക്കേക്കോട്ടയും തമ്പാനൂരും ഒന്നും വേണ്ട, അവിടെയൊക്കെ മുഴുവൻ ക്രൈസ്തവരാണ്. അങ്ങനൊന്നും പറയാൻ നമുക്ക്, അങ്ങനെയൊക്കെ പറയുന്നവൻ സ്വന്തം ശക്തിയിൽ ജീവിക്കുകയാണ്. സ്വർഗത്തിലെ ശക്തി ഏത് സ്ഥലത്തും പോയി നമുക്ക് ജീവിക്കാൻ പറ്റും. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു സഭയോട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ താമസിക്കുന്നിടത്താണ് പിശാചിന്റെ സിംഹാസനം ഒന്ന്. പിശാചിന്റെ സിംഹാസനത്തിലും കുറച്ച് വിശ്വാസികളൊക്കെ ജീവിക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ എവിടെ പോയി, നമ്മൾ പറയില്ല ഓണം കയറാ മൂല എന്നൊക്കെ പറയും, ഏത് ഓണം കയറാ മൂലയിലും പോയി യേശുവിനെ സാക്ഷീകരിച്ച് ജീവിപ്പാൻ നമുക്ക് ശക്തി ലഭ്യമാണ്. അങ്ങനെ അപ്പോസ്തലൻ പ്രാർത്ഥിക്കണം, നമ്മളും പ്രാർത്ഥിക്കണം, എൻ്റെ അകത്തെ മനുഷ്യന് ശക്തി നൽകണം അല്ലേ. നമ്മൾ വിശ്വാസത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ പല വിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വരും. അപ്പം നമുക്ക് തോന്നും ഇനിയിപ്പോൾ വിശ്വാസമായിട്ട് ജീവിക്കുന്നത് വലിയ പാടാ അല്ലേ, ആളുകളൊക്കെ തിരിഞ്ഞു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോഴെന്താ നമ്മൾ ചിന്തിക്കണ്ടേ? അയ്യോ, സ്വന്തം ശക്തിയിലല്ല ഇത് ജീവിക്കേണ്ടത് അല്ലേ. നമുക്ക് ശക്തി, നമ്മുടെ സ്രോതസ് ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ആ ശക്തിയുടെ വലിപ്പം നമ്മൾ മറന്നു പോകരുത്. അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എത്രമാത്രം ശക്തിയുണ്ടോ ആ ശക്തി പരിശുദ്ധാത്മാവിലൂടെ നിങ്ങൾക്ക് തരാൻ ദൈവം തയ്യാറാണെന്ന്. അപ്പൊ നമ്മളൊക്കെ എത്ര ശക്തിമാന്മാരായിട്ട് ജീവിക്കണം ഈ ക്രിസ്തീയ ജീവിതം അല്ലേ. എന്തിനു വേണ്ടി? അവനെ സാക്ഷീകരിക്കുവാൻ വേണ്ടി അല്ലേ. അപ്പോൾ രണ്ടാമത്തേത് ശക്തി. ഇനി മൂന്നാമത്തേത് ഒരല്പ സമയമെടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മൂന്നാമത്തേത് വിശുദ്ധി. 1 തെസ്സലോനിയർ 4:7-8. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനല്ല, തന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കും. ഈ വാക്യവും പല പ്രാവശ്യം നമ്മൾ നോക്കിയിട്ടുള്ളതാണ്, എങ്കിലും ഈ വിഷയത്തോട് ചേർന്ന് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിക്കായിട്ടല്ല, വിശുദ്ധിക്കായിട്ട്. നമ്മൾ പല പ്രാവശ്യം കണ്ട കാര്യമാണ്. ക്രിസ്തീയ ജീവിതം വിശുദ്ധീകരണത്തിൽ വളർന്നുകൊണ്ടിരിക്കണം അല്ലെ. പുത്രനോട് നമ്മൾ ചേർന്നു, ഇനി പുത്രനെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ പുത്രന്റെ സ്വരൂപത്തിലേക്ക് മാറും അല്ലെ. അതാണ് ഈ രക്ഷയുടെ യാത്ര അല്ലെ. നമ്മൾ നീതീകരണവും ശുദ്ധീകരണവും
തേജസ്കരണമൊക്കെ പഠിച്ചപ്പോൾ ഇത് കണ്ട കാര്യമാണ്. അപ്പോൾ വിശുദ്ധിക്കായിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അശുദ്ധി അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഈ വേദഭാഗം 1 തെസ്സലോനിയർ 4-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് അവിടെ ചിന്തിക്കുന്ന പാപം എന്ന് പറയുന്നത് ലൈംഗിക പാപമാണ്. ഭാര്യാഭർത്തൃബന്ധം, ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അശുദ്ധി എന്ന് പറയുമ്പോൾ അതും കൂടെ നിങ്ങൾ ചിന്തിച്ചോണം. പക്ഷെ അന്ന് കഴിഞ്ഞ് പറഞ്ഞുകൊണ്ടോ, ഈ വിളിയെ തുച്ഛീകരിക്കുന്നവൻ വിശുദ്ധി ഒന്നും വേണ്ട, ക്രിസ്തീയ ജീവിതത്തിൽ അതൊന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ് ഈ കൽപ്പന, ഈ ദൈവ വിളിയെ തുച്ഛീകരിക്കുന്നവൻ ആരെ തുച്ഛീകരിക്കുന്നു? പ്രസംഗിക്കുന്നവനെയോ എഴുതി വെച്ച അപ്പോസ്തലനെ അല്ല, ദൈവത്തെ തുച്ഛീകരിക്കുന്നു. പക്ഷെ അവിടെ ഒരു വിശേഷണമുണ്ട് ദൈവത്തിന്. എന്താ? പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്ന ദൈവം. അതെന്താ അങ്ങനെ പറഞ്ഞേ? പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണ്, വിശുദ്ധീകരണത്തിന് വേണ്ടി, അല്ലേ? അപ്പൊ ആത്മസ്നാനം ഒരാൾ പ്രാപിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ കാണേണ്ട വലിയൊരു തെളിവാണ് വിശുദ്ധീകരണത്തിൽ വളരുന്നു. ഇന്നത്തെ ഒരു ദുഃഖകരമായ കാര്യം, ഇന്ന് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. നല്ല രോമാഞ്ചം തരും, നല്ല അന്യഭാഷയും തരും, വിശുദ്ധിയൊന്നുമില്ല, അല്ലേ? അതൊരു കപട അഭിഷേകമാണ്, അല്ലേ? ഈ രോമാഞ്ചവും തുള്ളക്കവും അന്യഭാഷ പോലും പിശാചിന് തരാൻ പറ്റും. അത് നിങ്ങൾക്കറിയാവോ? പൈശാചിക അന്യഭാഷകളുണ്ട്, കപട അന്യഭാഷ, വ്യാജ അന്യഭാഷകളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സഹോദരനോട് പറയുന്നു, നമ്മുടെ ഗ്രാമീണ ശുശ്രൂഷയിലെ ഒരു പാസ്റ്റർ ഒരിടത്ത് പോയപ്പോൾ ഭൂതത്തെ ഇറക്കണം. അപ്പോൾ ഒരു വിശ്വാസിയൊക്കെയാണ്, പെന്തക്കോസുകാരിയൊക്കെയാണ്, പക്ഷേ ഭൂതം. അപ്പോൾ നമ്മളങ്ങോട്ട് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭൂതം അന്യഭാഷ, കടുകുമണി പൊട്ടുന്ന പോലത്തെ ഭയങ്കര അന്യഭാഷ. അപ്പോൾ പാസ്റ്ററോട് ദൈവം പറഞ്ഞു, ആ അന്യഭാഷ പറയുന്ന ഭൂതത്തെ ശാസിച്ചപ്പോൾ ഭൂതം ഇറങ്ങിപ്പോയി. അപ്പോൾ ഭൂതത്തിനും ഉണ്ട് അന്യഭാഷ. നമ്മൾ വിചാരിക്കും എന്തൊക്കെയോ തത്തമ്മ പൂച്ച എന്ന് പറഞ്ഞാൽ അന്യഭാഷയായെന്ന്. അത് വ്യാജ അന്യഭാഷ, അല്ലേ? അപ്പോൾ മറ്റു മതസ്ഥരുടെ ഇടയിലും ഉണ്ട് പല അന്യഭാഷ. ബുദ്ധ മതസ്ഥരുടെ ഇടയിലും ഹിന്ദു മതക്കാരുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും ഒക്കെ ഉണ്ട് അന്യഭാഷ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം. എല്ലാ അന്യഭാഷയും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അന്യഭാഷ ആവണമെന്നില്ല. നമുക്കിതൊന്നും അറിയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ അമ്മമ്മ എന്നെന്തോ പറയുന്നുണ്ട് അന്യഭാഷ ആയതുകൊണ്ട്. ശരിയായ അന്യഭാഷയും ശരിയായ ആത്മാഭിഷേകവും ജീവിതത്തിൽ വന്നാൽ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കൂടെ വേണം. അല്ലാതെ മമ്മമ്മ പപ്പപ്പ പറയുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യണം ആ അഭിഷേകം, അല്ലേ? വിശുദ്ധി ഏറ്റവും പ്രധാനമായത്. പരിശുദ്ധാത്മാവെന്ന പേരിൽ തന്നെ ഉണ്ട്, അല്ലേ? പരിശുദ്ധാത്മാവ്, അല്ലേ? വിശുദ്ധിയുടെ പരമോന്നത എന്താ പറയുക, അതാണ് പരിശുദ്ധ ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? മോസ്റ്റ് ഹോളി എന്നുള്ള അർത്ഥത്തിലാണ്. അല്ലാതെ വിശുദ്ധാത്മാവെന്ന് പോലും അല്ല നമ്മൾ മലയാളത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവെന്നാണ്, അല്ലേ? ഇതിനെ ഇനി കവച്ചു വെക്കാൻ ഒരു വിശുദ്ധിയില്ല. ആ വിശുദ്ധ ആത്മാവ് ജീവിതത്തിൽ വന്നിട്ട് വിശുദ്ധിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ അതെന്തോന്ന് ആത്മാ അഭിഷേകം, അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, അങ്ങനെ തുച്ഛീകരിക്കരുത്. ദൈവം ആത്മാവിനെ നൽകിയിരിക്കുന്നത് നിങ്ങൾ വിശുദ്ധിയിൽ നടക്കുവാൻ വേണ്ടിയിട്ടാണ്. 1 കൊരിന്ത്യർ 6:19 ദൈവത്തിന്റെ ദാനമായി ദൈവം ദാനമായി നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ വന്ന് വസിക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ ശരീരം എന്തായി? ദൈവത്തിന്റെ മന്ദിരമായെന്നാണ്. എന്ന വേറൊരു ഭാഷ പറഞ്ഞാൽ ദൈവത്തിന്റെ ആലയമായി, അല്ലേ? നമ്മൾ ഞായറാഴ്ച പോകുന്നതല്ല ആലയം. ഞായറാഴ്ച പോകുന്നത് കൂടി വരുവാനുള്ളൊരാലയം. ദൈവത്തിന്റെ ആലയം ഇപ്പോൾ ഏതാണ്? എൻ്റെ ശരീരമാണ്. നമ്മൾ ഞായറാഴ്ച പോകുന്നിടത്ത് ഉച്ചയ്ക്ക് നമ്മളെല്ലാം ഇറങ്ങിപ്പോകുമ്പോൾ ദൈവം പോയി, അല്ല, ദൈവം അവിടെ കുടിയിരിക്കുകയല്ല, അല്ലേ? മറ്റു മതങ്ങളിലുള്ള പോലെ ദൈവം ഒരിടത്ത് പള്ളിയിലിരിക്കുന്നു, അല്ല, ദൈവം പള്ളിയിലിരിക്കുകയല്ല. അത് ക്രിസ്തു മതത്തിൽ ദൈവം പള്ളിയിലിരിക്കുകയാണ്, അല്ലേ? നമ്മുടെ വചനപ്രകാരമുള്ള വിശ്വാസത്തിൽ നമ്മൾ പോകുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഇങ്ങ് പോരുക, ഉള്ളിലിരിപ്പുണ്ട് പരിശുദ്ധാത്മാവ്, അല്ലേ? അപ്പം നമ്മുടെ ശരീരം എന്തായി? അയ്യോ, വിശുദ്ധ മന്ദിരമായെന്ന്. അതുകൊണ്ട് ബാക്കിയും കൂടെ വായിച്ചാട്ടെ. നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങളെല്ലാം അറിഞ്ഞോ അത്? നിങ്ങളുടെ ശരീരവും നിങ്ങളും ഇനി നിങ്ങളുടേതല്ലെന്ന്. നിങ്ങളെ ഒരാൾ വീണ്ടെടുത്തു, വിലക്കെടുത്തോണ്ട് പോയെന്ന്. ഇനി അവന്റെ അടിമയാണ്. അപ്പൊ നമ്മുടെ ശരീരം നമുക്ക് തോന്നിയതൊക്കെ ചെയ്യാൻ പറ്റും. എൻ്റെ കണ്ണുകൊണ്ടും എൻ്റെ കൈ കൊണ്ടും എൻ്റെ വാ കൊണ്ടും എൻ്റെ കാലുകൊണ്ടും ഒക്കെ എനിക്ക് തോന്നുന്നതൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, തോന്നുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. സൺഡേ പിന്നെ ആരാധിക്കാൻ അന്യഭാഷയൊക്കെ പറയാൻ ഒരു പരിശുദ്ധാത്മാവ്, അല്ലേ? ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ നമ്മളൊരു കോർണറിൽ ഇരുത്തിയിരിക്കുകയാണ്. ഞായറാഴ്ച വരണം കേട്ടോ, കൈയടിക്കുമ്പോൾ വന്നോണം. ബാക്കി സമയത്തൊക്കെ ഈ മന്ദിരത്തിൽ ഞാൻ തോന്നിയ പോലെയൊക്കെ ചെയ്യും, അല്ലേ? ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ചർച്ച് ഹാള് കണ്ടാൽ നമ്മളെന്തോ പറയും? തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ അതൊരു സിനിമാ കൊട്ടക്കയാ,
ഞായറാഴ്ച രാവിലെ സിനിമയൊക്കെ ദൂരെ കളഞ്ഞു വെച്ച് ഭയങ്കര ആരാധന അല്ലേ? നമ്മുടെയൊക്കെ ശരീരം അങ്ങനെയല്ലേ? തിങ്കളാഴ്ച സിനിമ അല്ലേ, ചൊവ്വാഴ്ച വേറെ പലത് അല്ലേ, ലോകോത്തര കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആവരുത്. കാരണം ഈ ശരീരം വിലക്കെടുത്തു. 1 കൊരിന്ത്യർ 6 ഇത് പറയുന്ന ഈ അധ്യായത്തിലും ഇവിടുത്തെയും പശ്ചാത്തലം ലൈംഗിക ഭാവങ്ങളാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പരിശുദ്ധാത്മാവും നമ്മുടെ ശരീരവും ഒക്കെ ബന്ധപ്പെടുത്തി പറയുന്ന ഈ 2 വേദഭാഗത്തിലും ലൈംഗിക ഭാവങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഈ വിശുദ്ധി എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങണം. റോമാലേഖനം 8:2 വായിക്കാം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധിയിൽ നടത്തുന്നത്? ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും, വിശുദ്ധി സംഭവിക്കും, അത് മാത്രം പഠിച്ചാൽ പോരാ. എങ്ങനെയാണ് ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളെ പാപം ചെയ്യാതെ ജീവിക്കുന്നതെന്ന് പഠിക്കണം. എങ്കിലേ ക്രിസ്തീയ ജീവിതത്തിൽ ജയജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ. പല വിശ്വാസികളുടെയും വിചാരം സ്വർഗത്തിൽ നിന്ന് എങ്ങാണ്ട് ഒരു കറണ്ട് കണക്ഷൻ എടുത്തിട്ടുണ്ട്, പ്രലോഭനം വരുമ്പോൾ അങ്ങ് താനെ ഞാൻ പാപത്തെ അതിജീവിച്ച് പോകുന്നതാണ്. അങ്ങനൊന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ഒരു മെക്കാനിക്കലായിട്ട്, ഒരു യാന്ത്രികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം സംഭവിക്കില്ല. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധിയിൽ നടത്തുന്നതെന്ന് അറിയണം. റോമാലേഖനം 8:2 വായിച്ചാട്ടെ. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. കേട്ടോ, പാപത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ആത്മാവ് എനിക്ക് ജീവൻ നൽകണം. ഇപ്പൊ ഏത് ജീവനാ? 11 വാക്യം, റോമർ 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ ആരാ? ദൈവപിതാവ്. അപ്പൊ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ദൈവപിതാവ്, ബാക്കി വായിച്ചേ, നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ഭക്ഷ്യശരീരങ്ങളെയും ജീവിപ്പിക്കും. കേട്ടോ, മനസ്സിലായോ? അത് വളരെ വിശദീകരിച്ച് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുക. പക്ഷെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ടെങ്കിൽ ദൈവം ആ ആത്മാവിനെ ഉപയോഗിച്ച് നിങ്ങളുടെ തന്നെ ശരീരത്തിന് എന്ത് പകരും? ജീവൻ പകരും. കണ്ടോ, ജീവൻ പകരും. പക്ഷെ ആ ജീവൻ എന്തിനാ പകരുന്നത്? അതാണ് 2ാമത്തെ വാക്യം. ജീവൻ എന്നിൽ കടന്നു വന്നാൽ, ആത്മാവിലൂടെ ജീവൻ എന്നിൽ കടന്നു വന്നാൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കും. കേട്ടോ, അപ്പൊ പാപത്തെ ഞാൻ എങ്ങനെ അതിജീവിക്കണ്ടേ? ജീവൻ പ്രാപിക്കണം ആദ്യം. പാപത്തെ അതിജീവിക്കുവാനുള്ള ജീവൻ. അതേത് ജീവൻ? യേശുക്രിസ്തുവിന്റെ ജീവൻ. യേശു ഈ ഭൂമിയിൽ പാപം ചെയ്യാതെ ജീവിച്ച അതേ ജീവൻ എടുത്ത് എൻ്റെ ഉള്ളത്തിലിട്ടിട്ട് ഇനി എൻ്റെ കയ്യെയും കാലെയും കണ്ണിനെയൊക്കെ ചലിപ്പിക്കുന്ന ജീവൻ അവൻ്റെ ജീവനായി കഴിഞ്ഞാൽ ഞാൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കും. ഇത് ഒരു തത്വമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് പരിശീലിക്കണം. പരിശീലിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. പാപത്തോട് എൻ്റെ ജീവൻ കൊണ്ടല്ല, ക്രിസ്തുവിൻ്റെ ജീവൻ ആത്മാവിനാൽ പ്രാപിച്ച് പ്രതികരിക്കാൻ പഠിക്കണം. ഇത് വർഷങ്ങളെടുക്കും ഇത് പഠിക്കാൻ. നമുക്കെല്ലാവർക്കും ജീവിതാന്ത്യത്തോളം എടുക്കും ഇത്. പക്ഷെ അങ്ങനെയാണ് നമ്മൾ പാപത്തെ അതിജീവിക്കേണ്ടത്. ഒരു പ്രലോഭനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. പാപം ചെയ്യാനുള്ളൊരു പ്രലോഭനം, കള്ളം പറയാനോ അല്ലെങ്കിൽ വേണ്ടാത്തടത്ത് നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാനോ നമ്മുടെ ഉള്ളിൽ പ്രലോഭനം വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണ്ടേ? എങ്ങനെ അതിനെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമ്മൾ അതിജീവിക്കണം, അത് നമുക്ക് പഠിക്കാം. അത് നമുക്ക് യോഹന്നാൻ 15:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. എന്റെ സന്തോഷം നിങ്ങളിൽ ലഭിക്കാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളോട് സംസാരിച്ചു. കർത്താവായ യേശുക്രിസ്തുവിടെ നമുക്ക് 2 കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. 9ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ത്രിയേക ദൈവം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്നേഹം നിങ്ങൾക്കും ആസ്വദിക്കാം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹം നിങ്ങൾക്ക് എങ്ങനെ അനുഭവിക്കാം? 10ാമത്തെ വാക്യത്തിൽ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അത് അനുഭവിക്കും, അല്ലേ? 11ാമത്തെ വാക്യത്തിൽ 2ാമത്തെ കാര്യം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് എന്തോ ലഭിക്കും? എൻ്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷമാകും. എൻ്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷമായാൽ നിങ്ങളുടെ സന്തോഷം എന്തോ ആകും? അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താ? പൂർണ്ണ ഫുൾ ടാങ്ക് ആവും. കേട്ടോ, അപ്പൊ നമുക്കൊക്കെ സന്തോഷ പരിപൂർണത വേണോ? നിങ്ങളെ കൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന പരിപൂർണ സന്തോഷം നിങ്ങൾക്ക് വേണോ?
വേണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, യേശുവിൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ രണ്ട് കാര്യങ്ങൾ, സ്നേഹവും സന്തോഷം, നിത്യമായ സ്നേഹം. അല്ലേ? അതാണ് ത്രിയേക ദൈവ പിതാവും പുത്രനും തമ്മിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം. നിത്യമായ സ്നേഹമാണ്. അവർ പവർ കട്ടില്ല അവിടെ. അല്ലേ? പിന്നെ പറഞ്ഞിരിക്കുകയാണ് പരിപൂർണ സന്തോഷം. ഇത് രണ്ടും നമുക്ക് എന്തിനാ യേശു തരുന്നതെന്നറിയാവോ? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രലോഭനങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എന്തുകൊണ്ടാ പ്രലോഭനത്തിൽ വീണുപോയെന്നറിയാവോ? പ്രലോഭനം ഒരിക്കലും വന്നിട്ട് നമ്മുടെ അടുത്ത് പറയത്തില്ല നല്ല അടിപൊളി പാപമാ വാ ചെയ്യെന്ന് പറയത്തില്ല. നമ്മൾ ആരെങ്കിലും പാപമാണെന്ന് പറഞ്ഞാൽ കൊള്ളാലോ എന്ന് പറഞ്ഞ് പോവോ അതിൻ്റെ പുറകെ? ഇല്ല. അല്ലേ? പാ ഇത് ചെയ്താൽ നിനക്ക് നരകത്തിൽ പോവാന്ന് പറഞ്ഞാൽ നമ്മളാരെങ്കിലും പോവോ? ഇല്ല. പ്രലോഭനം എങ്ങനെയാ? വഞ്ചിച്ചാ നമ്മളെ കൊണ്ടുപോകുന്നത്. അല്ലേ? നമ്മളോട് പറയും ഇത് കിട്ടുമെന്നും പറഞ്ഞ് നമ്മൾ പോകും, ചെല്ലുമ്പോൾ ഒന്നും കിട്ടത്തുമില്ല, വേറെ പല കുഴിയിൽ വീഴുകയും ചെയ്യും. അപ്പൊ പ്രലോഭനങ്ങൾ നമ്മളെ എങ്ങനെയാ വീഴ്ത്തുന്നത്? പറ്റിക്കും നമ്മളെ. എന്തു പറഞ്ഞു പറ്റിക്കണം? നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രലോഭനങ്ങളും നിങ്ങളെ പറ്റിക്കുന്നത് രണ്ട് കാര്യങ്ങൾ വാഗ്ദത്തം ചെയ്തുകൊണ്ടായിരിക്കും. ഒന്നെങ്കിൽ ചില പ്രലോഭനങ്ങൾ വന്നിട്ട് പറയും ദാ ഈ പ്രലോഭനം അങ്ങോട്ട് അനുസരിച്ചോ, നല്ലപോലെ സ്നേഹം കിട്ടും, മനുഷ്യരുടെ പ്രീതി കിട്ടും, അവരുടെ മുമ്പിൽ ബഹുമാനം കിട്ടും. അപ്പൊ നമ്മൾ അത് കിട്ടാൻ വേണ്ടി പാപത്തിൽ വീഴും. അല്ലേ? ഇവിടെ നീ ക്രിസ്ത്യാനിയാന്ന് പറയണ്ട, മിണ്ടാതിരി. അപ്പൊ അവർ നിന്നെ അംഗീകരിക്കും. സുഖമായി. അല്ലേ? അപ്പൊ മാനുഷിക പ്രീതിയുടെ പുറകെ പോയി. അല്ലേ? അങ്ങനെ ഈ സ്നേഹം കിട്ടാനും കൂട്ടായ്മ കിട്ടാനും ആളുകൾ അംഗീകരിക്കാനും അവരുടെ ബഹുമാനം ലഭിക്കാനും ഒക്കെ വേണ്ടി, അല്ലെ അവരെ പോലെ ആകാൻ വേണ്ടി പണത്തിന്റെ പുറകെ ഓടും. ഇതെല്ലാം പ്രലോഭനം വന്നിട്ട് എന്താ പറയുന്നത്? നിനക്ക് സ്നേഹം വേണ്ടേ? ദാ ഇത് ചെയ്താൽ മതി, സ്നേഹം കിട്ടും. ഇനി വേറെ കുറെ പാപങ്ങളുണ്ട്. അതെന്താ അറിയോ? സ്നേഹമല്ല, അവിടെ സുഖം, ആനന്ദം, പരമാനന്ദം. അല്ലേ? നേരത്തെ പറഞ്ഞ ലൈംഗിക പാപങ്ങളൊക്കെ എങ്ങനെ ആളുകൾ വീഴുന്നത്? സുഖം തേടി പോയതാ അവിടെ. അല്ലേ? ഈ പാപം ചെയ്താൽ നല്ല സുഖം കിട്ടും. അപ്പൊ നമ്മുടെ മറുപടി എന്തായിരിക്കണം? ഈ പറഞ്ഞ സ്നേഹവും വേണ്ട, ഈ പറഞ്ഞ സുഖവും വേണ്ട. കാരണം നിത്യമായ സ്നേഹവും പരിപൂർണ സന്തോഷവും ക്രിസ്തുവിൽ എനിക്കുണ്ട്. അപ്പൊ പിന്നെ എനിക്കിത് വേണോ? ഈ രണ്ടാം കിട, തട്ടിപ്പ്, പറ്റിപ്പ്, പ്രലോഭനം പറയുന്ന കള്ളത്തരത്തിൽ ഞാൻ വീഴണോ? വീഴാൻ പാടില്ല. അല്ലേ? അപ്പോ ഇത് അറിഞ്ഞാൽ മാത്രം പോരാ, യേശുവിൽ എനിക്ക് സ്നേഹമുണ്ട്, സന്തോഷമുണ്ടെന്ന് ഇത് അനുഭവിക്കണം. അതെങ്ങനെ അനുഭവിക്കുന്നേ? അതിനാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ ആത്മാവ് കടന്നു വരണം. ആത്മാവിനാൽ നിറഞ്ഞാലേ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹമൊക്കെ ശരിക്കും അങ്ങോട്ട് രുചിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ നിത്യസ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രലോഭനം വന്നിട്ട് പറയുന്നത് നിനക്ക് മറ്റേ ആ വ്യക്തിയുടെ സ്നേഹം വേണ്ടേ? ആ വ്യക്തിയുടെ സ്നേഹം ആർക്ക് വേണം? അല്ലേ? വെറും ഒരു മനുഷ്യന്റെ സ്നേഹം ആർക്ക് വേണം? എനിക്കതൊന്നും വേണ്ട, അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം വേണമെങ്കിൽ കൊണ്ടുവരട്ടെ. ഇല്ല, വേണ്ട. അല്ലേ? അയ്യോ അയാൾ കോപിക്കും, നീ ക്രിസ്ത്യാനിയാണെന്ന് പറയും. അവൻ കോപിക്കട്ടെ, ദൈവം എവിടെ ഇരിക്കുന്നു? അല്ലേ? ആ സ്നേഹത്തിൽ നമുക്ക് ഉറച്ചിരിക്കാൻ പറ്റും. അല്ലേ? എന്ന് പറയുന്നത് അവിടെ പാപം ചെയ്താൽ നല്ല സുഖം കിട്ടും കേട്ടോ. നല്ല പാപം, ആരും കാണത്തില്ല. ഒറ്റയ്ക്ക് പോയി ചെയ്തിട്ട് വരാം, ആരും കാണത്തില്ല. എനിക്കെന്തിനാ സുഖം? നല്ല എൻ്റെ ഹൃദയത്തിന്റെ പരിപൂർണ സന്തോഷം ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതിനെ കാഴ്ച വെക്കുന്ന ഏത് ലോകസുഖം? അല്ലേ? ഇങ്ങനെ വേണം നമ്മൾ പ്രലോഭനങ്ങളെ എതിർത്ത് നിൽക്കേണ്ടത്. അപ്പൊ കണ്ടോ, ദൈവം നമുക്ക് എന്തൊക്കെയാ തരുന്നത്? യേശുക്രിസ്തുവിന്റെ ജീവൻ, യേശുക്രിസ്തുവിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ സന്തോഷം. ഇത് മൂന്നും ലഭിച്ച വ്യക്തിക്ക് പിന്നെ പാപം ചെയ്യണോ? പാപത്തോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി, അതാണ് ജീവൻ. പാപം പറയുന്ന ഈ വഞ്ചിക്കുന്ന പ്രലോഭനങ്ങൾ, സ്നേഹവും സുഖവും, അത് രണ്ടും വേണ്ട. പിന്നെന്തിനാ നമ്മൾ പാപം ചെയ്യുന്നത്? അപ്പം നമ്മളൊക്കെ പാപം ചെയ്യുന്നത് നമ്മൾ ഈ വഞ്ചനയിൽ വിശ്വസിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഒരു 60% വിശ്വസിച്ച് പോവുകയാണ്. അത്ര വലിയ സുഖമൊന്നും യേശുവിലില്ല. ഈ ലോക സുഖവും കൂടെ ഒക്കെ വേണം. അല്ലേ? അപ്പൊ നമ്മൾ ഈ വിശ്വാസി എന്ന് പറയുന്നെങ്കിലും 100% വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ വിശ്വസിച്ച് അനുസരിക്കണം. അല്ലേ? പരിശുദ്ധാത്മാവിനാൽ ഇത് അനുഭവിക്കണം. അങ്ങനെയാണ് നമ്മൾ ശരിക്കും വിശ്വാസികളായിട്ട് പാപത്തെ എതിർക്കേണ്ടത്. എല്ലാവരും മനസ്സിലാക്കിയോ എങ്ങനെ പ്രലോഭനത്തെ നമ്മൾ അതിജീവിക്കേണ്ടതെന്ന്? ശരി, അങ്ങനെ നമ്മൾ പ്രലോഭനത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ തന്നെ ജീവിതത്തിലെ പല മേഖലകളിൽ യേശുവിന്റെ സ്വഭാവം തെളിഞ്ഞു വരും. അതിന് പറയുന്ന പേരാണ് ആത്മാവിന്റെ ഫലങ്ങൾ. അല്ലേ? ആത്മാവിന്റെ
ഫലങ്ങൾ എന്നല്ല പറയേണ്ടത്, ആത്മാവിൻ്റെ ഫലം എന്നാണ് ഇംഗ്ലീഷിലൊക്കെ. ഒരു ഫലമേ ഉള്ളൂ. മലയാളത്തിലൊക്കെ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നങ്ങ് പറഞ്ഞ് അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ ഓറഞ്ച് എല്ലാവരും കണ്ടിട്ടില്ലേ? ഒരു ഓറഞ്ചിനകത്ത് പല അല്ലികൾ, അല്ല 9 അല്ലിയുണ്ട്, 9 ഓറഞ്ച് എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഇത് ഒരൊറ്റ ഫലമാണ്, 9 അല്ലിയുണ്ട്. അപ്പോൾ അതാണ് അടുത്ത വാക്യം. ഈ ആഴ്ചത്തെ കാണാ പഠിക്കേണ്ട വാക്യമാണ്. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാനൊരു 2 വാക്യം കാണാ പഠിക്കാൻ ഇട്ട് തന്നിരിക്കുകയാണ്. പക്ഷേ ഒരു വാക്യമേ ഉള്ളൂ. ആത്മാവിൻ്റെ ഫലത്തിലെ ഒരെണ്ണം അടുത്ത വാക്യത്തിലോട്ട് ആയിപ്പോയി. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതപ്പോൾ പഠിക്കുക. നിങ്ങളൊക്കെ പഠിച്ച് മുന്നേറുന്ന ടീമുകളായതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റും. പക്ഷേ ഇത് പഠിക്കേണ്ടതാണ്, ഈ 9 ഫലങ്ങൾ അല്ലേ. നമ്മൾ പലപ്പോഴും കാണുന്നത്, ഞാൻ ചില സഭകളിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ട്, നമ്മൾ എന്തിനാ രക്ഷിക്കപ്പെടുത്തിയത്? യേശുക്രിസ്തുവിനെ പോലെ ആകാൻ. 9 ഫലങ്ങളൊന്ന് പറഞ്ഞേ. അത് സ്നേഹം, സമാധാനം, സന്തോഷം, പിന്നെ അറിഞ്ഞൂടാ. അപ്പോൾ നമ്മളൊരു കൊച്ചിനെ സ്കൂളിൽ കൊണ്ട് ചേർത്തു, മോളെ സ്കൂളിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? 9 വിഷയങ്ങളുണ്ട്. എല്ലാത്തിൻ്റെ പേരെന്ന് പറഞ്ഞ് 3 എണ്ണത്തിൻ്റെ പേരേ അറിയാവൂ. മറ്റേതിൻ്റെ ഒന്നും പേര് പോലും അറിഞ്ഞൂടെ. പിന്നെ നമ്മൾ എന്തോ ആണ് ഈ ക്രിസ്തീയ സ്വഭാവത്തിലൂടെ അനുരൂപ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ ഈ ഭാവിയിലത്തെ നമ്മുടെ ചേട്ടന്മാരെ പോലെ ആവും. അപ്പോൾ ഗലാത്യർ 5:22-23 വായിച്ച് കേൾക്കുമ്പോൾ, നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എന്നിൽ ആത്മാവ് ഉളവാക്കുമെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗലാത്യർ 5:22-23. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. കേട്ടോ, ഇതിനെതിരെ ഒരു ന്യായപ്രമാണവും ഇല്ല, ഒരു കുറ്റപ്പെടുത്താനൊന്നുമില്ല. കാരണം ഇത് യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ്. ആദ്യത്തെ 3 എണ്ണം ഒന്ന് വായിച്ചേ. സ്നേഹം, സന്തോഷം, സമാധാനം ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതാണ്. സ്നേഹം, സന്തോഷം, സമാധാനം അല്ലേ. അടുത്ത 3 എണ്ണം വായിച്ചേ. മറ്റുള്ള വ്യക്തികളുമായിട്ട് ഞാൻ അനുഭവിക്കേണ്ട ആത്മാവിന്റെ ഫലങ്ങളാണ് എന്തൊക്കെ? ദീർഘക്ഷമ. എല്ലാവരും ഒന്ന് കേട്ടോ, ദീർഘക്ഷമ. അല്ലാതെ തൊട്ട ഉടനെ ദേഷ്യപ്പെടുന്ന, പൊട്ടിത്തെറിക്കുന്ന അതല്ല നമ്മൾ. ദീർഘക്ഷമ, ദയ, പരോപകാരം. കണ്ടോ? ഇനി അടുത്തത് എൻ്റെ തന്നെ വ്യക്തിപരമായ സ്വഭാവത്തിൽ ഞാൻ അനുഭവിക്കേണ്ട 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? വിശ്വസ്തതയുള്ളവരായിരിക്കണം, സൗമ്യതയുള്ള, അതായത് താഴ്മയുടെ ഒരു അടയാളം കാണണം. ഈ ചാടിക്കടിക്കുന്ന ധാർഷ്ട്യമുള്ളവരൊന്നുമല്ല. അവസാനം പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയ ജയം. എന്താ ഇന്ദ്രിയ ജയം? എൻ്റെ കണ്ണ്, കൈ, കാല്, ഇതൊക്കെ ഞാൻ, കാലൊരു ഇന്ദ്രിയം അല്ല എങ്കിൽ പോലും നമ്മുടെ ശരീര അവയവങ്ങളെയൊക്കെ ഞാൻ എന്ത് ചെയ്യണം? ഈ പാപത്തിൽ വീഴാതെ സൂക്ഷിക്കണം. എനിക്ക് തോന്നുന്നിടത്തൊക്കെ ഞാൻ കണ്ണു കൊണ്ടുപോവുകയും അങ്ങനല്ല. എൻ്റെ ശരീരത്തിന്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലോ, നമ്മൾ സ്നാനം പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, സ്നാനത്തിലൂടെ പുതിയൊരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. എന്താണ്? മോഹങ്ങളെ നമ്മൾ എതിർക്കും, എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ണിപ്പിക്കും എന്നൊക്കെ അപ്പോസ്തലൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അതാണ് ഇവിടെ പറഞ്ഞത്, ഇന്ദ്രിയങ്ങളുടെ മേലൊരു ജയമുണ്ട് അല്ലേ. അല്ലാതെ എൻ്റെ ശരീരത്തിൻ്റെ അടിമയല്ല ഞാൻ. കണ്ടോ? അപ്പോഴാണ് പലരും പറയുന്നത് ആത്മാവ് വന്നതിന് ശേഷം പിന്നെ എനിക്ക് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഓടുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്ദ്രിയ ജയം എടുത്തു കളയുന്നതല്ല പരിശുദ്ധാത്മാവ് അല്ലേ. ചിലരൊക്കെ പറയുന്നുണ്ട് എനിക്ക് പിന്നെ നിർത്താൻ പറ്റിയില്ല. അത് ആത്മാവല്ലത്. നമ്മുടെ ഇന്ദ്രിയ ജയം എടുത്തു കളയുന്നതല്ല ആത്മാവ്. പരിശുദ്ധാത്മാവ് ഇന്ദ്രിയ ജയം കൊണ്ടുവരാൻ വരുന്ന ആത്മാവാണ്. അതുകൊണ്ട് ശരിയായ ആത്മാവിനെ തിരിച്ചറിയാം. അപ്പോൾ എല്ലാവരും കാണാൻ പിടിക്കുമല്ലോ. ശരി, അടുത്ത നമ്മുടെ പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ അനന്തരഫലമായിട്ട് അടുത്തത് എഫീഷ്യ ലേഖനം 2:18 വായിക്കാം. ദൈവിക സംസർഗം അല്ലെങ്കിൽ അടുപ്പം. അവൻ മുഖാന്തരം നമുക്ക് ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. എല്ലാവരും കേട്ടോ? അത് അവൻ മുഖാന്തരം, അതായത് യേശുക്രിസ്തു മുഖാന്തരം. ബാക്കി വായിച്ചേ. ഏക ആത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. അവിടെ കണ്ടോ, ത്രിയേക ദൈവത്തിലെ 3 ആളത്വങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പുത്രനായ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ നമ്മുടെ ആരാധനയാകട്ടെ, നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം, കൂട്ടായ്മ, സംസർഗം, ഇതിനൊക്കെ ഈ ത്രിയേക ദൈവത്തിലെ 3 ആളത്വങ്ങളും നമുക്ക് ആവശ്യമാണ് അല്ലേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഈ ബന്ധം, ആത്മാവിലൂടെയാണ് ഈ ബന്ധം. പിന്നെ ആരോടാണ് ബന്ധപ്പെടുന്നത്? പിതാവിനോടാണ് നമ്മൾ ബന്ധപ്പെടുന്നത് അല്ലേ. അങ്ങനെ ഒരു അടുപ്പം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം.
ആ അടുപ്പം കടന്നു വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ് വിശ്രമം. ദൈവീക സംസർഗത്തിലൂടെ ലഭിക്കുന്ന ആത്മീയ വിശ്രമം. മത്തായി 11:27-30 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇവിടെ വിശ്രമം എന്നുള്ള വാക്ക് മലയാളം ബൈബിളിൽ കയറി ആശ്വാസം എന്നാണ് അവര് തർജ്ജിമ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളുക. അതുകൊണ്ടാണ് ഈ വാക്യം നമ്മൾ വായിക്കുന്നത്. കേൾക്കാം. കേട്ടല്ലോ, പിതാവല്ലാതെ ആർക്കും യേശു ക്രിസ്തുവിനെ അറിയാൻ കഴിയുകയില്ല. കണ്ടോ, പിതാവിനെ അറിയണമെങ്കിൽ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കണം. കണ്ടോ, അതാണ് നേരത്തെ പറഞ്ഞത്, അവനിലൂടെയാണ് ഈ ബന്ധം. ബാക്കി വായിച്ചോട്ടെ. ഉടനെ പറഞ്ഞിരിക്കണം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരിക. ഇത് പലപ്പോഴും ഈ വാക്യങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെ പോലെ എന്തൊക്കെയോ വായിത്തോന്ന് യേശുക്രിസ്തു പറഞ്ഞെന്ന രീതിയിലാണ് നമ്മൾ വായിക്കുന്നത്. തൊട്ടുമുമ്പ് പറഞ്ഞു പിതാവിനെ അറിയണേ പുത്രന്റെ അടുക്ക വരണം, അതുവഴി പിന്നെ ആശ്വാസം അല്ലേ. നമ്മൾ ഈ പ്രസംഗിക്കുന്നവരൊക്കെ ഇത് ചുമ്മാ, അതായത് നിങ്ങൾ കടഭാരം കൊണ്ട് അധ്വാനിക്കുകയല്ലേ, നിങ്ങൾ വീട്ടിലെ ഭാരം കൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുകയല്ലേ, അതിനെക്കുറിച്ചൊന്നും അല്ല ഇവിടെ പറയുന്നത്. ആ അധ്വാനത്തെക്കുറിച്ചോ ആ ഭാരത്തെക്കുറിച്ചോ ഒന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ മാറ്റിത്തരുമെന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് ആശ്വാസം തരുമെന്ന് പറഞ്ഞത് ഏത് പശ്ചാത്തലത്തിലാണ്? ഞാൻ പിതാവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം, ആ പിതാവുമായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരാശ്വാസം കടന്നു വരും. അപ്പൊ ദൈവത്തെ അറിയാൻ വേണ്ടി മതപരമായിട്ടൊക്കെ അധ്വാനിച്ച് മടുത്തിരിക്കുന്നവരോടാണ് ഈ പറയുന്നത്, ശരിയായ രക്ഷ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറെ പ്രവൃത്തികളൊന്നും ചെയ്താൽ ദൈവത്തെ അറിയാനൊന്നും പറ്റത്തില്ല. ദൈവത്തെ ആർക്കും അറിയാൻ പറ്റത്തില്ല. ദൈവം വെളിപ്പെടുത്തി കൊടുത്താലേ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ഏതാണ്? ചുമ്മാ നമുക്കൊരു ഏണി കയറി അങ്ങ് മേളിപ്പോകാനൊന്നും പറ്റത്തില്ല. അത് പല ഭാഗങ്ങളിൽ, ഇപ്പൊ 1 കൊരിന്ത്യർ 1 പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ അറിയുവാൻ ദൈവം വെളിപ്പെടുത്തിയാലേ കഴിയത്തുള്ളൂ. ലോകജ്ഞാനത്താൽ ദൈവത്തെ അറിയുവാൻ സാധ്യമല്ല. 1 കൊരിന്ത്യർ 1:21 ഞാൻ ഈ പറയുന്നത്. അപ്പോ ദൈവം വെളിപ്പെടുത്തി തരുമ്പോഴേ ദൈവത്തെ അറിയാൻ പറ്റും. പക്ഷെ ദൈവത്തെ അറിഞ്ഞാൽ എന്ത് കിട്ടും? ആശ്വാസം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വിശ്രമം എന്നുള്ള വാക്കാണ്. ബാക്കി വായിച്ചോട്ടെ. എന്റെ അടുക്ക വന്ന് എന്റെ നുകം എടുത്ത് നിങ്ങളുടെ തോളത്തിട്ട് എന്റെ കൂടിരുന്ന് പഠിക്കണം. കണ്ടോ, വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നെ പോലെ പിതാവിന്റെ അടുക്ക വന്ന് ബന്ധം പുലർത്തി നിങ്ങൾക്ക് ആശ്വാസം, നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും. അങ്ങനെ അവന്റെ കൂടെ ഇരുന്ന് ദൈവിക സംസർഗത്തിലേക്ക് കടന്നു വന്ന്, അതായത് ആ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഉള്ളത്തിൽ എന്ത് വരണം? വിശ്രമം കടന്നു വരണം. ഇതിനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുന്നത് അല്ലെ. ദൈവവുമായിട്ടുള്ള, നമ്മൾ ആദ്യം വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ, അവനിലൂടെ ആത്മാവിനാൽ പിതാവിന്റെ അടുക്കിലേക്ക് നമ്മൾ പോവുകയാണ് അല്ലെ. യേശുക്രിസ്തുവാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും പ്രവർത്തിക്കുന്നത് ആത്മാവാണ്. ആത്മാവിലൂടെ ഞാൻ ദൈവത്തെ അറിയണം. അപ്പോ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ദൈവവുമായിട്ടുള്ള അടുപ്പം നിമിത്തം നല്ല വിശ്രമം, ആശ്വാസം അല്ലെ. ആ ഉറപ്പ്, നേരത്തെ പറഞ്ഞ ഉറപ്പൊക്കെ കാരണം ഹൃദയത്തിൽ ഈ വേവലാതിയും അതൊന്നുമില്ല, ആദി പിടിക്കുകയൊന്നുമില്ല. വളരെ വിശ്രമത്തിലിരിക്കുകയാണ്, സന്തോഷത്തിലിരിക്കുകയാണ് അല്ലെ. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു വലിയ ഒരു കോടീശ്വരം എന്ന് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും ഇനി മുതൽ ഞാൻ നോക്കിക്കണം. നിങ്ങൾ നാളെ മുതൽ ഇരുന്ന് കരയുമോ? അയ്യോ ആര് ദോഷം ചുടുവോ എന്തോ? ആരും കരയൂല അല്ലെ. അപ്പോഴാണ് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം എന്ന് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നാളെ ആര് ദോഷം ചുടുവോ എന്തോ അല്ലെ. നമുക്ക് ഈ ദൈവത്തിന്റെ വലിപ്പം അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നമ്മളിങ്ങനെ അയ്യോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്രമിക്കണമെന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഞാൻ ആശ്വാസം നൽകാം, പിതാവിനെ വെളിപ്പെടുത്തി തരാം അല്ലെ. യോഹന്നാൻ 14:16-20. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന എന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത്. എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ആരെ അയക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി, അതായത് യേശുക്രിസ്തു സ്വർഗത്തിൽ പോയി, അപ്പൊ നമ്മളിവിടെ ശിഷ്യന്മാർ ഒറ്റയ്ക്കാണോ? അല്ല, നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞാൻ ആത്മാവിനെ അയക്കുന്നുണ്ട്. അവനിലൂടെ കർത്താവ് തന്നെ നമ്മുടെ അടുക്കൽ വരും. എല്ലാരും കേട്ടോ, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഇതൊക്കെ ചുമ്മാ വാക്യങ്ങളായിട്ട് അറിഞ്ഞാൽ പോരാ, രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? വിശ്രമം വരും
ശരിക്കും ആത്മീയരായിട്ടുള്ള വ്യക്തികൾ ഈ കണ്ണി കാണുന്ന കാര്യത്തിനെല്ലാം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് അവർ സൗമ്യതയുള്ളവരായിരിക്കും, നാവിന് കടിഞ്ഞാണിടുന്നവരായിരിക്കും, അല്ലേ? നമ്മൾ ഈ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ശുഭിതനായിട്ട് അങ്ങ് കയറി നമ്മൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ നമ്മുടെ ലൗകികതയൊക്കെ പുറത്തു വരുന്നത്, അല്ലേ? ശരിക്കും ഒരു ആത്മീയൻ അങ്ങനെ ലോകത്തിലെ ഭൂമി കുലുക്കം സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല, അല്ലേ? ചില സങ്കീർത്തനങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ട് ഭൂമി കുലുങ്ങി പോകട്ടെ, മല പൊളിഞ്ഞ് തറയിൽ വീഴട്ടെ, നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതമായിരിക്കാൻ ഞങ്ങൾ കുലുങ്ങിപ്പോകുകയില്ല എന്നൊക്കെ പറയുന്നു. ദുർവർത്തമാനം കേട്ടാലും അവൻ കുലുങ്ങിപ്പോകുകയില്ല, അവന്റെ ദൈവമായ യഹോവയിൽ തന്നെ ഉറച്ചു ഇരിക്കും. ഇതൊക്കെ എന്തോ ഈ വാക്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്? സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഒരു കടല് പോലെ എങ്ങനെ അടിച്ച് അലകളെല്ലാം വന്ന് വളരെ പ്രശ്നം നിറഞ്ഞതായിക്കൊള്ളട്ടെ, ഭക്തൻ വിശ്രമിക്കുകയാണ്, അല്ലെ? യേശുക്രിസ്തു പടകിൽ എന്ത് ചെയ്യായിരുന്നു? കൊടുങ്കാറ്റടിച്ചപ്പം ഉറങ്ങുകയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? പടകില് ഈ കൊടുങ്കാറ്റിനിടെ എങ്ങനെ കിടന്ന് ഉറങ്ങും? പടകെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വള്ളമാണ്, വള്ളം, അല്ല ബോട്ടല്ല. ബോട്ടാണെങ്കിൽ പിന്നെ ഉറങ്ങാനൊക്കെ പറ്റും. ഇത് കൊടുങ്കാറ്റടിക്കുമ്പോൾ വള്ളത്തിനകത്ത് കിടന്ന് ഉറങ്ങുന്ന വ്യക്തി ഒന്നെങ്കിൽ എന്തോ തലയ്ക്ക് സാരമായ പ്രശ്നമുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്രമമുള്ള വ്യക്തിയായിരിക്കും. അത് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു അക്കരെ പോയിട്ട് ഒരാളെ സൗഖ്യപ്പെടുത്തണമെന്ന്. ഇനി കൊടുങ്കാറ്റല്ലേ, ഇനി എന്ത് വേണേൽ അടിക്കണം, ഞാൻ അക്കരെ എത്തിക്കോളും, അല്ലേ? ഇപ്പൊ ഈ ശിഷ്യന്മാരും അതുപോലെ കിടന്ന് ഉറങ്ങുമായിരുന്നു, എന്തോ സംഭവിക്കുമായിരുന്നു? നിങ്ങൾ എന്തോ വിശ്വസിക്കുന്നത്? പടകൊക്കെ മുങ്ങി, യേശു മരിച്ചു, അങ്ങനെയാണോ? പിന്നെ പടകാണോ നമ്മൾ? പിന്നെ പടകുകാരനെ രക്ഷ കിട്ടിയെന്നാണോ മുന്നിൽ പ്രസംഗിക്കാൻ പോകുന്നത് നമ്മൾ? ഈ ശിഷ്യന്മാർ ഇതുപോലെ ഉറങ്ങിയിരുന്ന എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മുടെ വിചാരം യേശു എഴുന്നേറ്റ് കൊടുങ്കാറ്റൊക്കെ ശമിച്ചോണ്ട് അപ്പുറത്തെത്തിയെന്ന്. അങ്ങനെയാണോ? എല്ലാവരും കിടന്ന് ഉറങ്ങിയിരുന്നേ, കൊടുങ്കാറ്റൊക്കെ അടിച്ച് കുറച്ച് നനഞ്ഞേനെ അപ്പുറത്തെത്തിയെന്നെ. അപ്പൊ അവർ പറഞ്ഞ കൊടുങ്കാറ്റിനിടയിൽ കൂടെ നമ്മൾ എത്തിയെന്ന്. അല്ല, അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടല്ല അക്കരൊക്കെ എത്തിയത്. അത്ഭുതം പ്രവർത്തിക്കേണ്ട ആവശ്യകത വന്നത് യുവമാർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും ദൈവം അത്ഭുതമൊക്കെ പ്രവർത്തിക്കുന്ന എന്താണ്? അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, അല്ലേ? ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ, എനിക്ക് കിട്ടിയേ പറ്റൂ, പിന്നെ അപ്പോൾ വാങ്ങിച്ചു കൊടുക്കും, അല്ലേ? ഉണ്ടായിരിക്കട്ടെ നീ, അല്ലെങ്കിൽ നീ മിണ്ടാതിരുന്നെങ്കിൽ ഞാൻ പതുക്കെ അതിൻ്റെ തക്ക സമയത്ത് തരുമായിരുന്നു, അല്ലേ? ചിലരൊക്കെ ഉണ്ട് ഈ ഉപവാസ പ്രാർത്ഥനക്കൊക്കെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച്, അല്ലേ? ദൈവം തരുന്നതിനൊക്കെ മുമ്പ് തന്നെ കയറി ചിലതൊക്കെ മേടിച്ചിട്ട് അവസാനം അടികൊണ്ടിരിക്കും. നമ്മുടെ തന്നെ സഭയിൽ നമ്മുടെ ഞായറാഴ്ച ആരാധനയിൽ ഒരിക്കലും നമ്മുടെ ആൻറ്റി ഗ്ലോറി ആൻറ്റി വന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഒരു സൗഖ്യത്തിന് വേണ്ടി ആൻറ്റി ദൈവത്തോട് പ്രാർത്ഥിച്ച്, അല്ലേ? അത് വാങ്ങിക്കേണ്ട നേരത്തിന് മുമ്പേ കയറി വാങ്ങിച്ചു. അത് പിന്നെ ഇപ്പം ആൻറ്റി പറയുന്നത് അത് ചെയ്യണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മളും പലപ്പോഴും അത്ഭുതത്തിനൊക്കെ വേണ്ടി പിടിവാശി കാണിച്ച് ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോവും. അപ്പം അത്ഭുതം കിട്ടി, ദൈവഹിതത്തിൽ നിന്ന് പോയി, അല്ലേ? അപ്പം ഈ പിടിവാശി ബഹളമൊക്കെ വെക്കുന്ന എന്തുകൊണ്ടാണ്? ആവലാതി വേവലാതി, അല്ലേ? എന്താ? അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് അകത്ത് വന്നാൽ സമാധാനം കടന്നു വരണം. ദൈവീക സംസർഗം നിമിത്തം അടങ്ങിയിരിക്കാൻ പറ്റുന്നു, അല്ലെ? എത്ര തീച്ചൂളുടെ അനുഭവത്തിൽ കൂടെ പോവാണേലും, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ അനുഭവം കേട്ടിട്ട് ചിലർ ചോദിക്കണം, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഇരിക്കണം, അല്ലേ? ഇത്രയും തീ പിടിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സൂഖിച്ച് പാട്ടൊക്കെ എങ്ങനെ പാടാൻ പറ്റുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരണ വീട്ടിൽ പാട്ട് പാടുന്ന ഒരേ ഒരു കൂട്ടർ നമ്മളാണ്, അല്ലേ? വേറെ ആരെങ്കിലും പാട്ട് പാടുമോ? മരണ വീട്ടിൽ പോയിട്ട് പാട്ട് പാടുമായിരിക്കുമല്ലോ. ഈ മറ്റേ എന്തോ വിരാമഗാനം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനത്തെ സങ്കടഗാനമൊക്കെ പാടുമായിരിക്കും, അല്ലേ? നമ്മൾ പോയിട്ട് പ്രത്യാശാ പാട്ടൊക്കെയാണ്, കയ്യൊക്കെ അടിച്ച്. അപ്പോൾ ആളുകൾക്ക് തന്നെ തോന്നും, അല്ലേ? മരണ വീട്ടിൽ പോയി കയ്യൊക്കെ അടിച്ച് അങ്ങ് അയാൾ മരിച്ചു പോയത് സന്തോഷമുള്ള കൂട്ടരാണെന്ന് തോന്നുന്നു, അല്ലേ? ഒന്ന് തൊലഞ്ഞു പോയി സന്തോഷം, അല്ലേ? അതല്ല, നമുക്ക് മരണമുഖത്ത് പോലും സന്തോഷത്തോടെ ഇരിക്കാനുള്ള വക ക്രിസ്തുവിലുണ്ട്, അല്ലേ? അപ്പൊ എല്ലാ സാഹചര്യവും നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കേണ്ടേ? ദൈവിക സംസർഗത്താലുള്ള ആശ്വാസത്തിൽ, അല്ലേ? അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് ആത്മാവിനാൽ നിറയണം. നേരത്തെ നമ്മൾ എഫീസ്യ ലേഖനം 3:16 വായിച്ചു. ഇനി 17 വായിക്കാം. എഫീസ്യ ലേഖനം 3:16-17. എല്ലാരും കേട്ടല്ലോ. മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ അപ്പൊ പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിലെ അകത്തെ മനുഷ്യനെ ശക്തീകരിക്കണം. ഇനി അടുത്ത വാക്യം ശ്രദ്ധിച്ചു കേൾക്കണേ. അടുത്ത പ്രാർത്ഥന എന്താണ്? ക്രിസ്തു നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. കേട്ടോ,
ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ വന്ന് നിങ്ങളെ ബലപ്പെടുത്തുമ്പോൾ തന്നെ എന്ത് സംഭവിക്കണം? യേശു ക്രിസ്തു വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് താമസിക്കണം. യേശു ഹൃദയത്തിൽ അങ്ങ് താമസിക്കുകയാണ്, വസിക്കുകയാണ്, അല്ലാതെ വിസിറ്റ് ചെയ്യുകയല്ല. ഉണ്ടോ? അപ്പൊ ക്രിസ്തു ഹൃദയത്തിൽ വന്നങ്ങ് താമസിക്കുമ്പോൾ പിന്നെ എന്തോ സംഭവിക്കും? പൂർണ്ണ സമാധാനം, അല്ലേ? യേശു പടകിലുണ്ട്, പിന്നെന്തോ പേടിക്കായിരിക്കും? ഒന്നും പേടിക്കല്ല, കിടന്നുറങ്ങാം. കൊടുങ്കാറ്റാണേലും കിടന്നുറങ്ങാം, അല്ലേ? അതെങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ, അല്ലേ? ആത്മാവ് നിങ്ങളുടെ ഉള്ളത്തെ ശക്തീകരിക്കുമ്പോൾ തന്നെ ഇതും സംഭവിക്കണമെന്ന് അപ്പോസ്തലൻ പ്രാർത്ഥിക്കണം. അപ്പൊ ദൈവിക സംസർഗത്താലുള്ള ആശ്വാസം അല്ലെങ്കിൽ വിശ്രമം, ഇതും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇനി അവസാനമായിട്ടുള്ളത് വേഗത്തിൽ നമുക്ക് നോക്കാം. അതെന്ന് പറഞ്ഞാൽ ആത്മശക്തിയോടുകൂടിയുള്ള ദൈവവേലയാണ്. അതായത് മാനുഷികമായിട്ട് ചെയ്യാൻ പറ്റാത്ത, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അമാനുഷികമായ അല്ലെങ്കിൽ അതിശയകരമായ അത്ഭുതകരമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നു. ഇതാണ് പൊതുവെ എല്ലാവരും ആദ്യമേ എടുത്ത് പറയുന്നത്, അല്ലേ? ഈ നേരത്തെ പറഞ്ഞ ആത്മീയ കാര്യങ്ങളൊന്നും പറയാതെ സ്ട്രെയിറ്റ് ആത്മാവ് കടന്നു വന്നു, ഇനി ശുശ്രൂഷ, അല്ലേ? അതല്ല. ആദ്യം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനമാണിത്. നമുക്ക് ലൂക്കോസിലെ 1-2 വാക്യങ്ങൾ നോക്കാം. ലൂക്കോസ് 4:18. ശുശ്രൂഷിക്കുവാനുള്ള അഭിഷേകമാണിത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ, അപ്പൊ കണ്ടോ, പല വിധത്തിലുള്ള പ്രയാസത്തിലായിരിക്കുന്നവർക്ക് ദൈവിക വിടുതൽ നൽകുവാൻ എന്നെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് പഴയ നിയമത്തിലെ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യേശു ക്രിസ്തു പ്രസംഗിച്ചതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കർത്താവിന് അഭിഷേകം നമ്മൾ ആദ്യം കണ്ട ലൂക്കോസ് 4 ആത്മാവ് കടന്നു വന്നു കഴിഞ്ഞാൽ താൻ യഹൂദ പള്ളിയിൽ പോയിട്ട് വായിച്ച വേദഭാഗം ഇതാണ്, അല്ലേ? തന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്തിനാ? ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ട്, അല്ലേ? 5:17 ലൂക്കോസ് 5:17. അവനൊരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദിയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരൂശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രന്മാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. എല്ലാരും കേട്ടോ? അത് സൗഖ്യമാക്കുവാനുള്ള ശക്തി കർത്താവിന്റെ കൂടെ ഇരുന്നെന്ന്. അതെന്താ അത് പറയുന്നതിന് മനസ്സിലായോ? യേശു ക്രിസ്തു ദൈവമാണെങ്കിലും താൻ ഈ ഭൂമിയിൽ ചെയ്ത അത്ഭുതങ്ങളെല്ലാം തൻ്റെ സ്വന്തം ദൈവിക ശക്തി ഉപയോഗിച്ചല്ല, ഒരു മനുഷ്യനായിട്ടിരുന്നിട്ട് തൻ്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൽ ആശ്രയിച്ചാണ് താൻ അത്ഭുതം ചെയ്തത്. അല്ലാതെ യേശു അത്ഭുതം ചെയ്തത് ദൈവം എന്ന അത്ഭുതം ചെയ്തെന്നുള്ള രീതിയിലല്ല. സ്വർഗത്തിൽ ഇരുന്ന് ദൈവം അത്ഭുതം ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും. ഇതങ്ങനല്ല. ഒരു മനുഷ്യനായിട്ട് താൻ താഴ്ന്നിരുന്നിട്ട് പരിശുദ്ധാത്മ ശക്തിയുടെ സഹായത്താലാണ് താൻ സൗഖ്യം ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരുന്നത് സൗഖ്യം ചെയ്യാനുള്ള ശക്തി അന്ന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? അപ്പം നമ്മളെപ്പോലെ, അപ്പം നമുക്കൊരു ഉദാഹരണമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ശുശ്രൂഷ ചെയ്യേണ്ട എങ്ങനെയാണ്? അവൻ്റെ ശക്തി കൂടെ വരണം, അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കണം. അല്ലാതെ എൻ്റെ കയ്യിൽ ശക്തിയൊന്നുമില്ല ആരെയും സൗഖ്യപ്പെടുത്തുവാൻ, അല്ലേ? സൗഖ്യത്തിൻ്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ 10 അതാണ് നമ്മൾ വായിച്ചത്. നമ്മൾ ഇനി വീണ്ടും വായിക്കുന്നില്ല അത്. അവനെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ അവന് ശക്തി ലഭിച്ചിട്ട് അവൻ പിശാചിനാൽ എന്താ പറയുക പോരാടുന്ന വ്യക്തികളെ സൗഖ്യപ്പെടുത്തി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 1 കൊരിന്ത്യർ 2:4-5. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരം ആയിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്റെ പ്രസംഗ ശുശ്രൂഷയെ കുറിച്ച് സാക്ഷീകരിച്ച് പറയുകയാണ്, ഞാൻ വലിയ വാക്ചാതുര്യമുള്ള പ്രസംഗനൊന്നും അല്ലെന്ന്. അത് പല ഭാഗം 2 കൊരിന്ത്യരിലൊക്കെ വളരെ കുറേ പറഞ്ഞിട്ടുണ്ട്. അതറിയാമോ? ഇന്ന് ഈ കൺവെൻഷൻ സ്റ്റേജിൽ കിടന്ന് ഭയങ്കര ബഹളം വെക്കുന്ന പ്രസംഗകരുണ്ടല്ലോ, പൗലോസ് അങ്ങനെ ഒരു പ്രസംഗകനേ അല്ലായിരുന്നു. അതാ പറഞ്ഞില്ലേ, ഞാൻ വലിയ വാക്ചാതുര്യമൊന്നും കാണിക്കാത്ത. കാരണം എന്താണ്? നിങ്ങളുടെ വിശ്വാസം എൻ്റെ ജ്ഞാനത്തിൻ്റെ വശീകരണ ശക്തിയിൽ ആധാരമാക്കരുത്. ഞാൻ വന്ന് നല്ല മലയാളത്തിൽ അങ്ങോട്ട് കീച്ചപ്പോൾ നിങ്ങളെല്ലാം കൂടെ മയങ്ങി അങ്ങ് വീണെന്ന്. അതാകരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു? എൻ്റെ പ്രസംഗം എന്തായിരുന്നു? പ്രദർശനമായിരുന്നു. ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായിരുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യരിലൊക്കെ നമ്മൾ വായിക്കുന്നത് പലർക്കും പൗലോസിനോടൊരു പുച്ഛമായിരുന്നു. അപ്പോലോസ് അയാൾ പ്രസംഗിച്ചാൽ നമ്മൾ വീണുപോകും, എന്താ സാഹിത്യം. അപ്പോലോസ് അങ്ങനെ ഒരു പ്രസംഗനായിരുന്നു.
അത് നമുക്ക് ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊല്ലോസിൻ്റെ യവന ഭാഷയിലുള്ള പാണ്ഡിത്യമൊക്കെ വളരെ എന്താ പറയുക ആഴമേറിയതായിരുന്നു. അപ്പോൾ അപ്പൊല്ലോസ് പ്രസംഗിക്കുമ്പോൾ ഒരു പ്രസംഗകൻ വന്നെന്നറിയും. എന്നാൽ പൗലോസ് പ്രസംഗിക്കാൻ അങ്ങനെ വലിയ വാക്ചാതുര്യമൊന്നുമില്ല. പക്ഷെ എന്തുണ്ട്? ആത്മാവിൻ്റെ ശക്തി വ്യാപം. അപ്പോൾ ശുശ്രൂഷിക്കേണ്ട എങ്ങനെ, പ്രസംഗിക്കേണ്ട എങ്ങനെ പ്രസംഗിക്കണ്ടേ? കുറേ മലയാളമൊക്കെ കടിച്ച് പഠിച്ച് കുറച്ച് പ്രാസമൊക്കെ ഇങ്ങനെ. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പ്രസംഗകരുണ്ട്. ഒരു ഡിക്ഷണറി എടുത്ത് വെച്ചിട്ട് പ്രാസം നോക്കും. ഇതിൻ്റെ കൂടെ അത് ചേരും, അതിൻ്റെ കൂടെ ഇത് ചേരും. വെച്ച് 10 വാക്കുകൾ. ഉലകനായകനായ, ഉന്നതനായ, ഉയർന്ന, ഇങ്ങനെ പോകും. ഈ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അത് കേൾക്കുമ്പോൾ നമ്മളൊരു ഭയങ്കരമാണെന്ന്. അതിനകത്ത് എന്തില്ല? ആത്മാവും ഇല്ല, ശക്തിയില്ല. മനുഷ്യൻ്റെ ജ്ഞാനത്തിൻ്റെയും കഴിവിൻ്റെയും പ്രദർശനമാകരുത്, ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശനമായാലേ ഇത് കേൾക്കുന്നവൻ്റെ വിശ്വാസം ദൈവത്തിൽ ആധാരം കണ്ടെത്തത്തുള്ളൂ. കണ്ടോ? അപ്പോൾ ഇത് ഞാൻ വായിച്ചത്, നമ്മളെല്ലാവരും പ്രസംഗരല്ല, പക്ഷെ ഞാൻ വായിച്ചത് പുതിയ നിയമത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചല്ല, എൻ്റെ കഴിവുകളിലല്ല, എൻ്റെ പ്രാപ്തിയിലല്ല. ഇനി നമ്മളെല്ലാവരെയും ബാധിക്കുന്നതാണ് അടുത്ത വാക്യം. 1 കൊരിന്ത്യർ 12:7-11. നമുക്ക് എല്ലാവർക്കും ഒരു ശുശ്രൂഷയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവാതെ നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. എന്ന് പറഞ്ഞാൽ പൂർണ്ണസമയ ശുശ്രൂഷകനായിട്ട് നടക്കാമെന്നല്ല, നിങ്ങൾക്ക് ദൈവം ഒരു കൃപാവരം നൽകുന്നുണ്ട്. പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുമ്പോൾ ഒരു കൃപാവരമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും. കൂടുതൽ കൃപാവരം പിന്നെയും ലഭിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, വാഞ്ചിച്ചാൽ മതി. അതൊക്കെ നമ്മൾ കൃപാവരത്തെക്കുറിച്ചുള്ള ക്ലാസ്സിൽ പഠിക്കാം. പക്ഷേ എല്ലാവർക്കും ഓരോ കൃപാവരങ്ങളുണ്ട്. അത് വെച്ച് നിങ്ങൾ ശുശ്രൂഷിക്കണം. നിങ്ങളെ കൊണ്ട് സ്വമേധ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കത്തില്ല അത്. എന്നാൽ പിന്നെ കൃപാവരം വേണ്ട, അല്ലേ? ഇപ്പം നിങ്ങളൊക്കെ എത്ര പേർക്ക് അറിയാവുന്നോ, ഞാൻ പ്രസംഗകനാകേണ്ട ഒരു വ്യക്തിയേ അല്ല. കാരണം ഞാനിങ്ങനെ മുമ്പിലൊന്നും നിൽക്കത്തേയില്ല. ഞാനൊരു പമ്മി അങ്ങ് ബാക്കിൽ ഒരിടത്ത് പിടിച്ച് നിർത്തുന്ന, എൻ്റെ സൗണ്ടൊന്നും ആരും കേട്ടിട്ടില്ല. ഞാൻ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പ്രസംഗകൻ ഒരിക്കലും ആകാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഞാൻ ഇംഗ്ലീഷിലൊന്നും സംസാരിക്കുന്ന ഒരു വ്യക്തി. ഇംഗ്ലീഷ് സ്കൂളിലൊക്കെയാണ് പഠിച്ചത്, പക്ഷെ ഇംഗ്ലീഷൊന്നും ഞാൻ സംസാരിക്കുക, ഞാൻ രക്ഷിക്കപ്പെട്ട അന്ന് തുടങ്ങിയാണ് ഇംഗ്ലീഷ് സംസാരം. അപ്പോൾ അത് എനിക്ക് സ്വമേധ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ടാണ്, കൃപാവരം വഴിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലേ? ഇപ്പം തന്നെ ഈ മലയാളത്തിൽ ഞാൻ വന്ന് പ്രസംഗിക്കുന്നു. ഞാൻ ഈ 3 വർഷം മുമ്പ് വരെയും പൂർണ്ണ സമയത്ത് അമേരിക്കയിൽ വെള്ളക്കാരുടെ ഇടയിൽ കിടന്ന് ശുശ്രൂഷിച്ച ആളാണ്, അല്ലേ? ഞാൻ വന്നിട്ട് കൊരച്ച് മലയാളം അറിയാം എന്ന് പറയേണ്ട ആളാണ്, അല്ലേ? അപ്പോഴാണ് ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുന്നത്, അല്ലേ? ഇപ്പം തന്നെ ചിലരുണ്ട് മലയാളത്തിൽ, ഇവിടെ കേരളത്തിൽ തന്നെയാണ് ഫുൾ ടൈം കിടന്ന വിഷയം, മലയാളത്തിൽ പ്രസംഗിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ കൃപാവരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കൃപാവരങ്ങളുണ്ട്. അപ്പോൾ ആ വേദഭാഗം കൂടെ വായിക്കാൻ നമുക്ക്. 1 കൊരിന്ത്യർ 12:7-11. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. ഓരോരുത്തന്, അല്ല പ്രസംഗകൻ എന്നല്ല പറഞ്ഞത്, ഓരോരുത്തന് ആത്മാവ് പ്രകാശിപ്പിക്കുന്നു, ജ്വലിപ്പിക്കുന്നു. എന്ത്? ഓരോരോ കൃപാവരങ്ങൾ. എന്തിന്? പൊതുപ്രയോജനത്തിന്. അപ്പം നമ്മൾ ഒരു കൃപാവരവും പ്രാപിച്ചിട്ട് മിണ്ടാതെ അവിടെ മൂലയിലിരുന്നാൽ എന്തോ പറ്റും? പൊതുപ്രയോജനം കുറഞ്ഞു. ഈ ഒരുപ്പം വന്ന് മാത്രം കൃപാവരം കാണിച്ചുകൊണ്ട് പോകും, അല്ലെ? ഒരു 2-3 പേര് കൃപാവരം ചെയ്യുന്നുണ്ട്, അല്ലേ? ബാക്കി എല്ലാവരും കൃപാവരവും വാങ്ങിച്ച് പോക്കറ്റ് കിട്ടിയിരിക്കുക. അപ്പം നമ്മൾ നമ്മുടെ പങ്ക് വഹിക്കണം. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എങ്കിലേ പൊതുപ്രയോജനം. പിന്നെ രണ്ടാമതൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ കൃപാവരമൊന്നും നമുക്ക് ആളാവാനല്ല. ഞാൻ വലിയ പ്രസംഗകനാണ്, എല്ലാവരും കേട്ടല്ലോ, എന്നെ പോലെ പ്രസംഗിക്കുന്ന അങ്ങനെ പുകഴാനല്ല. എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഗുണം ചെയ്യുവാൻ വേണ്ടി എനിക്ക് ദൈവം തന്നെ. അല്ലെ എനിക്ക് പേരുണ്ടാക്കാനും വയറ്റിപ്പിഴപ്പിനുമല്ല. എനിക്കൊരു ജോലിയായി പ്രസംഗകൻ, ഇനി ഇത് വെച്ചിട്ട് ഇന്ന് ജീവിച്ചു പോവാം. അല്ലല്ലല്ല, എൻ്റെ സഹോദരങ്ങൾക്ക് ഗുണമുണ്ടാകാനാണ് എനിക്ക് ഈ കൃപാവരം തന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, പൊതു പ്രയോജനത്തിനായിട്ട് നൽകിയിരിക്കുന്നു. ഇനി ആ കൃപാവരങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, വിശ്വാസം. സാധാരണ വിശ്വാസത്തെ കുറിച്ചല്ല, അതൊക്കെ നമ്മൾ കൃപാവരത്തിന്റെ ക്ലാസ്സിൽ പഠിക്കും. രോഗശാന്തി, സൗഖ്യത്തിന്റെ വരം. വീര്യപ്രവൃത്തി, അതായത് അത്ഭുതം പ്രവർത്തിക്കുക, അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുക. പ്രവചനവരം, ആത്മാക്കളുടെ വിവേചനവരം, പല വിധത്തിലുള്ള ഭാഷാവരം, അന്യഭാഷാവരം, ഭാഷകളെ വ്യാഖ്യാനിക്കാനുള്ള വരം. കണ്ടോ, 9 വരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ 9 ഫലം കണ്ടു, ഇവിടെ 9 കൃപാവരങ്ങൾ. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കുമ്പോൾ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവാണ് ഈ പല കൃപാവരങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നത്. പക്ഷെ തന്റെ ഇഷ്ടമാണ് ആർക്ക് എന്ത് പകുത്തു കൊടുക്കണമെന്നുള്ളത്. അപ്പൊ ഞാൻ പ്രസംഗകനാകണം, ഞാൻ പാട്ടുകാരനാകണ്ട എന്ന് തീരുമാനിച്ചത് ഞാനല്ല.
പരിശുദ്ധാത്മാവാണ്, അല്ലേ? എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ എന്ത് കൃപാവരം കിട്ടുന്നു എന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും പകുത്തു കൊടുക്കുന്നുണ്ട്. അല്ലാതെ കുറച്ച് പേര് സ്റ്റേജിൽ നിൽക്കുന്നു, ബാക്കി എല്ലാവരും ഇരുന്ന് ഉറങ്ങുന്നു, ആ പരിപാടി നടക്കത്തില്ല ഇവിടെ. പുതിയ നിയമസഭയിൽ എല്ലാവരും അംഗങ്ങളാണ്, അന്യോന്യം ശുശ്രൂഷിക്കണം, അല്ലേ? അന്യോന്യം ശുശ്രൂഷിക്കണം. അപ്പോൾ ഇത് വരുന്ന ക്ലാസ്സുകൾ നമ്മൾ കൃപാവരങ്ങൾക്ക് വേണ്ടി തന്നെ ഒരാഴ്ച മാറ്റി വെക്കുന്നുണ്ട്. എന്താണ് ഈ കൃപാവരം? ഇതൊക്കെ നമ്മൾ വായിച്ചു വിട്ടതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ഈ കൃപാവരം, എന്താണ് അത് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് പിന്നീട് പഠിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനാൽ നാം നിറയുമ്പോൾ ശുശ്രൂഷ ചെയ്യുവാൻ, നമുക്ക് സ്വമേധ ചെയ്യുവാൻ പറ്റാത്ത ചില കഴിവും പ്രാപ്തിയും ദൈവം നൽകും. പ്രവചിക്കുവാൻ, ബുദ്ധിയിലൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇരുന്ന് ഗണിച്ച് പ്രവചിക്കുക, അതൊന്നും നടക്കത്തില്ല. ദൈവം നൽകണം ആ വരം, അല്ലേ? അങ്ങനെ ശുശ്രൂഷിക്കണം, അങ്ങനെ ശുശ്രൂഷിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈ 5 കാര്യങ്ങൾ, അല്ലേ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഒന്നാമതായിട്ട് രക്ഷയുടെ ഉറപ്പ്, ആ സന്തോഷം കടന്നു വരണം. എല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പില്ലെങ്കിൽ, സംശയമൊക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തോടൊന്ന് സാക്ഷീകരിക്കണം, ഞാൻ നിന്റെ പൈതലാണെന്ന് എന്നോടൊന്ന് പറയണം. അത് ദൈവം ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും, വചനം വായിക്കുമ്പോഴായിരിക്കും, ഇതുപോലൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴായിരിക്കും സ്വർഗത്തിൽ നിന്നൊരു സന്തോഷം ഇറങ്ങി ഇങ്ങ് വരും. അത് നിങ്ങൾ അറിഞ്ഞിരിക്കും. അത് നിങ്ങൾ അറിയാതെ അബോധാവസ്ഥയിലൊന്നും സംഭവിക്കത്തൊന്നുമില്ല, ഉറങ്ങിക്കിടക്കുമ്പോഴൊന്നുമല്ല. ഉള്ളത്തിൽ അറിഞ്ഞിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു എന്താ പറയുക വഴിത്തിരിവായിരിക്കും. അതിനുശേഷം നിങ്ങൾ സുവിശേഷം പറയാനൊന്നും ഒരു മടിയും കാണത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം ഞാൻ പണ്ട് സഭയെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സുവിശേഷം പറയാൻ വലിയ മടിയായിരുന്നു. കാരണം എന്താ, ഞാൻ വീട്ടിൽ ഒളിച്ചിരുന്ന വിശ്വാസിയാണ്. അപ്പോൾ പിന്നെ എല്ലാം ഒളിവായി. പുറത്തിറങ്ങുമ്പോഴും ഒളിച്ചും പാത്തും പതുങ്ങിയും. കാരണം വീട്ടിലെ പ്രശ്നമൊക്കെ ഓർത്തിട്ടാകൊണ്ട് പറ്റത്തില്ല. പക്ഷേ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു. അടുത്ത ദിവസം ഞാൻ ജംഗ്ഷനിൽ പോയി ഞാൻ പരസ്യമായിട്ട് സുവിശേഷം പ്രസംഗിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. ആ ഭയമൊക്കെ അങ്ങ് പോയി. പരസ്യ സുവിശേഷീകരണത്തിന് പോയി നമ്മൾ. അപ്പോൾ അത് പല അനുഭവങ്ങൾ അങ്ങനെ പറയാനുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ട് അത് തെളിഞ്ഞു വരും. ആ സന്തോഷവും ആ ഒരു ശക്തിയും ആ ധൈര്യവും ഒക്കെ, അല്ലേ? രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു, ദൈവം നമുക്ക് ശക്തി നൽകുകയാണ്. ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള ശക്തി, ഉയരത്തിലെ ശക്തി നമുക്ക് പകരും. എന്തിനുള്ള? സാക്ഷിയായിട്ട് ജീവിക്കുവാൻ. ഏത് സ്ഥലത്തും ഏത് സാഹചര്യത്തിലും യേശുക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുവാൻ ഉയരത്തിന് ശക്തി, അല്ലേ? മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു വിശുദ്ധി, അല്ലേ? പാപത്തെ അതിജീവിക്കാൻ, പ്രലോഭനത്തെ അതിജീവിക്കുവാൻ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ മർത്യ ശരീരത്തിൽ വ്യാപരിപ്പിക്കുന്ന ആത്മാവ്, അല്ലേ? ഇതൊക്കെ നമ്മൾ അനുഭവിച്ചറിയേണ്ട കാര്യമാണ്, ചുമ്മാ കാണാൻ പഠിച്ചിട്ട് കാര്യമില്ല, അല്ലേ? നാലാമതായിട്ട് കണ്ടു ദൈവീക സംസർഗത്തിലൂടെ കടന്നു വരുന്ന ആശ്വാസം, വിശ്രമം, അല്ലേ? ആ ഒരു സമാധാനം. അഞ്ചാമതായിട്ട് കണ്ടു നമുക്ക് സ്വമേധ ചെയ്തെടുക്കുവാൻ കഴിയാത്ത രീതിയിൽ ആശ്ചര്യപൂർണമായ ദൈവവേല ചെയ്യുവാനുള്ള കൃപാവരങ്ങൾ ലഭിക്കുന്നു, അല്ലേ? അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചെന്ന് പറയുന്നവരും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഇത് മുന്നിൽ കണ്ടു വേണം ആ വിഷയത്തോട് സമീപിക്കാൻ, അല്ലേ? ലഭിച്ചെന്ന് പറയുന്നവർ ഇതൊക്കെ നോക്കുക, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നോ, പിന്നെ എന്ത് അഭിഷേകമാണ് ഞാൻ പ്രാപിച്ചത്, അല്ലേ? ഇതൊക്കെ ഉണ്ടായിരിക്കണം. ആരോഗ്യപരമായ ഒരു അഭിഷേകം അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണണം. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ശരി, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവെ, ഇന്ന് ഈ വൈകുന്നേരം നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് തലകളെ വണക്കി ദൈവവചനം മുൻപാകെ ഇരിക്കുവാൻ നൽകിയ ഈ സാവകാശത്തിനായിട്ട് സ്തോത്രം. കേൾപ്പിച്ച നല്ല സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം കർത്താവെ. പരിശുദ്ധാത്മ ശക്തിയിലൂടെ ഒരു ഡോക്ടർക്കും ചെയ്തെടുക്കുവാൻ കഴിയാത്ത രീതിയിൽ സൗഖ്യം ആ സഹോദരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം കർത്താവെ. ആ കുടുംബം രക്ഷയിലേക്ക് കടന്നു വന്നല്ലോ, സ്തോത്രം. മനുഷ്യനാൽ ചെയ്യാൻ സാധ്യമല്ലാത്തത് പരിശുദ്ധാത്മാവിലൂടെ നീ ചെയ്തെടുത്തല്ലോ കർത്താവെ, അതിനായിട്ട് സ്തോത്രം കർത്താവെ. കടന്നു വന്ന നിന്റെ ജനത്തിലും കർത്താവെ രോഗാവസ്ഥകളുണ്ട്, സൗഖ്യത്തിൻ്റെ ആവശ്യമുണ്ട് കർത്താവെ. ഇവിടെ കടന്നു വന്നിരിക്കുന്നതിൻ്റെ ജനത്തെ ഓർത്തു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ തന്നെ കർത്താവ് നീ കരം നീട്ടി സൗഖ്യം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരീര അസ്വാസ്ഥ്യങ്ങളിൽ നിന്നുള്ള പൂർണ്ണ വിടുതൽ അവരുടെ ജീവിതങ്ങളിൽ അവർ അനുഭവിക്കുവാൻ സൗഖ്യത്തിൻ്റെ കരം നീട്ടി കർത്താവെ നീ നിന്റെ ജനത്തെ തൊടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾപ്പിച്ച ഈ വചനത്തിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മ സ്നാനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ
വചനപരമായി ഉണ്ടാകേണ്ട ചില ലക്ഷണങ്ങൾ ഞങ്ങൾ പഠിച്ചുവല്ലോ. ആത്മീയമായ ലക്ഷണങ്ങളും ശുശ്രൂഷാപരമായ ലക്ഷണവും ഒക്കെ ഞങ്ങൾ കണ്ടു. ദൈവമായ കർത്താവേ, രക്ഷയുടെ സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ഉള്ളം നിറയണമേ. അറിവും വിജ്ഞാനത്തിനും പകർന്നു നൽകുവാൻ കഴിയാത്തതിനപ്പുറത്തുള്ള ദൈവവുമായിട്ടുള്ള സംസർഗത്തിലൂടെ അനുഭവിച്ചറിയുന്ന രക്ഷയുടെ സന്തോഷം ഞങ്ങളുടെ ഉള്ളത്തിൽ നീ പകർന്നു നൽകണമേ. സ്വർഗം ഞങ്ങളുടെ ഉള്ളത്തോട് സാക്ഷീകരിക്കണമേ, ഞങ്ങൾ ദൈവത്തിൻ്റെ പൈതലാണെന്ന്. ദൈവമേ, ആ ആത്മാവിൻ്റെ സാക്ഷ്യം പ്രാപിക്കുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങൾക്ക് സ്വാതന്ത്ര്യവും ശക്തിയും സമാധാനവും ധൈര്യവും ഒക്കെ പകരുന്ന ആത്മാവിൻ്റെ ആ വലിയ സാക്ഷ്യം കർത്താവെ കടന്നു വന്ന സകലർക്കും നീ പകരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സന്തോഷത്താൽ കർത്താവെ അതിധൈര്യത്തോടെ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജനമാക്കി ഞങ്ങളെ നീ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പോകുന്ന വിശുദ്ധിയുടെ ജീവിതം, വിശ്രമത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ ജീവിതം, സമാധാനത്തിൻ്റെ ജീവിതം കർത്താവെ ഞങ്ങളെ കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയാത്ത രീതിയിൽ നിന്റെ ശക്തി വ്യാപരിച്ച് കൃപാവരങ്ങളിലൂടെ ചെയ്തെടുക്കുന്ന ശുശ്രൂഷ ഇതെല്ലാം ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, നിനക്ക് മാത്രമേ ഈ രീതിയിൽ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ധന്യമാക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവാം ദൈവമേ, കടന്നു വന്നാലും ഞങ്ങളോടെല്ലാം മനസ്സലിഞ്ഞ് ഞങ്ങളുടെ എല്ലാ ഉള്ളത്തിൽ കടന്നു വന്ന് ഞങ്ങളോട് കൂടിരുന്ന് നീ വസിച്ചാലും നിന്റെ സഹവാസത്തിനായിട്ടും നിന്റെ സംസർഗത്തിനായിട്ടും നിന്റെ അഭിഷേകത്തിനായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നീ തൊട്ടാട്ടെ, സ്പർശിച്ചാട്ടെ, ഞങ്ങളെ നീ കർത്താവെ അനുഗ്രഹിച്ചാട്ടെ. പരിശുദ്ധാത്മ നിറവ് ഞങ്ങൾക്ക് പകർന്നു നൽകിയാട്ടെ. ആത്മനിറവോടുകൂടിയുള്ള വചനപ്രകാരമുള്ള ശരിയായ ധന്യമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളേവരെയും നീ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ആഴ്ചകളിലും പരിശുദ്ധാത്മ സ്നാനം പഠിച്ച് പഠിപ്പിനപ്പുറത്ത് അനുഭവത്തിൽ കർത്താവെ നിന്നെ രുചിച്ചറിയുവാൻ ഞങ്ങളേവരെ നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നീ ചെയ്യുകയാൽ സ്തോത്രം. സകലമാനവും മഹത്വവും നിനക്ക് തന്നെ കരയേറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ.